ഓക്കെ, അപ്പൊ നോക്കി അടുത്തത് എന്താ, റെഡ്യൂസിങ് ഫ്രിക്ഷൻ അല്ലെ. ചില സമയത്ത് നമുക്ക് എന്താണ് ഫ്രിക്ഷൻ കുറയ്ക്കണം. ഓക്കെ, മൂവ്മെന്റിന്റെ ഒക്കെ സമയത്ത് നമ്മൾ ചില ആലോചിക്കുന്നു, വെഹിക്കിളൊക്കെ ഒന്ന് നല്ല സ്പീഡിലൊക്കെ മൂവ് ചെയ്യണമെങ്കിൽ ഫ്രിക്ഷൻ ഉണ്ടെങ്കിൽ അതെന്ത് ചെയ്യും, അവിടെ സ്പീഡൊക്കെ കുറയും അല്ലേ. അപ്പൊ ചില കേസിൽ നമുക്ക് എന്താണ് ഫ്രിക്ഷൻ കുറയ്ക്കണം. ആ ഒരു കേസിനെ കുറിച്ച് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പൊ റെഡ്യൂസിങ് ഫ്രിക്ഷൻ സംടൈംസ് ഇൻ ഓർഡർ ടു ഹാവ് സ്മൂത്ത് മൂവ്മെന്റ് ഓഫ് എൻ ഒബ്ജക്ട്. ഒബ്ജക്റ്റിന്റെ മൂവ്മെന്റ് സ്മൂത്ത് ചെയ്യണമെങ്കിൽ വി നീഡ് ടു റെഡ്യൂസ് ഫ്രിക്ഷൻ. നമുക്ക് എന്ത് ചെയ്യണം എന്നാ പറയുന്നത്, ഫ്രിക്ഷൻ റെഡ്യൂസ് ചെയ്യണം. ഓക്കെ, സംടൈംസ് ഇൻ ഓർഡർ ടു ഹാവ് എ സ്മൂത്ത് മൂവ്മെന്റ് ഓഫ് എൻ ഒബ്ജക്ട് വി നീഡ് ടു റെഡ്യൂസ് ഫ്രിക്ഷൻ. എന്തിന്റെ എക്സാമ്പിൾസ് എന്തൊക്കെയാ നോക്കിയേ. ഫസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, ദ പൗഡർ ഈസ് സ്പ്രിങ്കിൾഡ് ഓവർ ദ കാരം ബോർഡ് അല്ലേ. നിങ്ങൾ കാരം ബോർഡ് കളിക്കാറുണ്ടോ? ക്യാരം ബോർഡ് കളിക്കുന്ന കൂട്ടരാണോ? അപ്പൊ നമ്മൾ ക്യാരം ബോർഡ് കളിക്കുമ്പോൾ ആലോചിക്കും, നമ്മൾ അവിടെ കണ്ടിട്ട് ആ ബോർഡിന്റെ മുകളിൽ നമ്മൾ ഒരു പൗഡർ സ്പ്രിങ്കിൾ ചെയ്ത് കണ്ടിട്ടുണ്ടോ? പൗഡർ ഇങ്ങനെ വിതർന്ന് കണ്ടിട്ടില്ലേ? അപ്പൊ എന്തിനു വേണ്ടിയിട്ടാ? അവിടെ ഫ്രിക്ഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. എന്താ വായിച്ചു നോക്കിയേ, ദ പൗഡർ ഈസ് സ്പ്രിങ്കിൾഡ് ഓവർ ദ ക്യാരം ബോർഡ് ടു ഡിക്രീസ് ദ ഫ്രിക്ഷൻ. എന്താണ്? ഫ്രിക്ഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ബിറ്റ്വീൻ ദ ബോർഡ് സർഫേസ് ആൻഡ് ദ സ്ട്രൈക്കർ. ഓക്കെ, നമ്മളെ സ്ട്രൈക്കറില്ലേ, നമ്മൾ ക്യാരം ബോർഡ് കളിക്കുമ്പോൾ സ്ട്രൈക്കർ വെച്ചിട്ടല്ലേ കളിക്കുക. അപ്പൊ സ്ട്രൈക്കറിന്റെയും ക്യാരം ബോർഡിന്റെയും സർഫസിന്റെ എന്ത് കുറയ്ക്കാൻ വേണ്ടിയിട്ട്? ഫ്രിക്ഷൻ കുറയ്ക്കാൻ വേണ്ടി നമ്മൾ അവിടെ എന്തിടുന്നാ പറയുന്നത്? പൗഡർ സ്പ്രിങ്കിൾ ചെയ്യുന്ന പറയുന്നത്. ഓക്കെ, ഇൻ ദിസ് വേ ദി സർഫസ് ഓഫ് ദ ക്യാരം ബോർഡ് ബിക്കം സ്മൂത്ത്. അപ്പൊ ക്യാരം ബോർഡിന്റെ സർഫസ് നമ്മൾ അതിന്റെ മുകളിൽ ഇങ്ങനെ പൗഡർ ഇടുമ്പോൾ എന്ത് ചെയ്യും? ക്യാരം ബോർഡിന്റെ സർഫസ് ഒക്കെ ഭയങ്കര സ്മൂത്ത് ആവും എന്നാ പറയുന്നത്. ഓക്കെ, അപ്പൊ അത് ഭയങ്കരമായിട്ട് സ്മൂത്ത് ആകുമ്പോൾ നമുക്ക് അവിടെ മൂവ്മെന്റ് എളുപ്പമായിട്ട് നമുക്കിങ്ങനെ ക്യാരംസ് കളിക്കുന്ന കണ്ടിട്ടില്ലേ? ക്യാരംസ് കളിക്കുമ്പോൾ അതിന്റെ സ്ട്രൈക്കർക്ക് സ്പീഡിൽ മൂവ് ചെയ്ത് പോകും. ഓക്കെ, അപ്പൊ നമുക്ക് അവിടെ എന്ത് ആവശ്യമുണ്ട്? അവിടെ ഫ്രിക്ഷൻ റെഡ്യൂസ് ചെയ്യണം. എന്തിനാ? അത് സ്പീഡിൽ മൂവ് ചെയ്യണമെങ്കിൽ. സോ നമ്മൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ഇടുന്നത്? കുറച്ച് പൗഡർ സ്പ്രിങ്കിൾ ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, ഫസ്റ്റ് പോയിന്റ് എന്താണ്? ദ പൗഡർ ഈസ് സ്പ്രിങ്കിൾഡ് ഓവർ ദ ക്യാരം ബോർഡ് ടു ഡിക്രീസ് ദ ഫ്രിക്ഷൻ. അവിടെ നമ്മൾ ഫസ്റ്റ് ഇതിപ്പം നമ്മൾ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഫ്രിക്ഷൻ കുറയ്ക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ബിറ്റ്വീൻ ദ ബോർഡ് സർഫേസ് ആൻഡ് ദ സ്ട്രൈക്കർ. ഇൻ ദിസ് വേ ദ സർഫസ് ഓഫ് ദ ക്യാരം ബോർഡ് ബിക്കംസ് സ്മൂത്ത് അല്ലേ. സ്മൂത്ത് ക്യാരം ബോർഡിന്റെ സർഫസ് എന്ത് ചെയ്യും? ഭയങ്കരമായിട്ട് സ്മൂത്ത് ആവും. അപ്പൊ നമുക്ക് അവിടെ ഫ്രിക്ഷൻ കുറയ്ക്കും, അവിടെ മൂവ്മെന്റ് എളുപ്പമായിരിക്കും, സ്മൂത്ത് ആയിരിക്കും. ഓക്കെ, അടുത്തത് എന്താണ്? Grease is used in bicycles അല്ലേ. Grease is used in bicycles and other motors, different parts of machine to reduce friction and increase their efficiency. എന്താണ് പറയുന്നത്? നമ്മളുടെ ബൈസിക്കിൾസിന്റെ അല്ലെ, ബൈസിക്കിളിന്റെ കേസിൽ നമ്മൾ ഗ്രീസ് ഇടും അല്ലെ. ഇതൊക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ് അല്ലെ. നമ്മൾ ഗ്രീസ് ഇട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യും? എന്തിന്റെ മെഷീന്റെ മുകളിലേക്ക് ഗ്രീസ് ഇടും. അതെന്താണ്? അവിടെ നമ്മളുടെ ഒന്ന് സ്മൂത്ത് ആക്കാനാണ് നമ്മൾ പറയുന്നില്ല. അവിടെ എന്താ നമ്മൾ ചെയ്യുന്നത്? ശരിക്കും ഫ്രിക്ഷൻ കുറയ്ക്കുകയാണ്, മൂവ്മെന്റ് എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് ഫ്രിക്ഷൻ കുറയ്ക്കുകയാണ് അല്ലേ. നമ്മൾ ആലോചിക്കുകയെ, നമ്മൾ ചില ഡോറിന്റെ ഇവിടെ സൈഡിലൊക്കെ കണ്ടിട്ടില്ലേ? നമ്മൾ ഗ്രീസൊക്കെ ഇടുന്ന കണ്ടിട്ടുണ്ടോ? ഓയിലൊക്കെ ചെയ്യുന്ന കണ്ടിട്ടുണ്ടോ? മൂവ്മെന്റ് കുറച്ച് എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് അല്ലെ. ചിലത് ഭയങ്കര ടൈറ്റ് ആയിരിക്കും മൂവ്മെന്റ്. അപ്പൊ നമ്മൾ അവിടെ എന്തായിരിക്കും? ഇവിടെ ഓയിലൊക്കെ ഇട്ടിട്ട് നമ്മൾ ഒന്ന് ലൂസ് ചെയ്യും അല്ലെ. ലൂസ് ചെയ്യുന്നത് എന്താണ്? അവിടെ ശരിക്കും ചെയ്യുന്നത് എന്താണ്? നമ്മൾ ഫ്രിക്ഷൻ റെഡ്യൂസ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മളുടെ ഗ്രീസിങ് ഒക്കെ എന്തിനാണ്? ഫ്രിക്ഷൻ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഗ്രീസ് ഈസ് യൂസ്ഡ് ഇൻ ബൈസിക്കിൾസ് ആൻഡ് അതർ മോട്ടർ ഡിഫറെന്റ് പാർട്സ് ഓഫ് മെഷീൻ. മെഷീന് പല പാർട്സിലും അല്ലെ, പല നമ്മളുടെ ബൈസിക്കിളിന്റെ മോട്ടോഴ്സിന്റെ കേസിലല്ല, നമ്മൾ ഡെയിലി ലൈഫ് യൂസ് ചെയ്യുന്ന പല മെഷീൻസ് ഉണ്ട് അല്ലേ. പല മെഷീൻസ് ഉണ്ട്. നമ്മൾ ആലോചിക്കുക, എന്തൊക്കെ ഉണ്ടാക്കുന്ന പല മെഷീൻസ് ഉണ്ട്, പല സാധനങ്ങൾ ഉണ്ടാക്കുന്ന മെഷീൻസ് അല്ലേ. ആ മെഷീൻസ് ഒക്കെ സ്മൂത്ത്ലി റൺ ചെയ്യാൻ വേണ്ടി നമ്മൾ ഗ്രീസ് ഓർ ഓയിലി ചെയ്യുന്നതാണ് അല്ലേ. അപ്പം നമ്മൾ വെഹിക്കിൾസിൽ, നമ്മൾ കാറിൽ നമ്മൾ എഞ്ചിൻ ഓയിൽ ചേഞ്ച് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് കിട്ടിട്ടില്ലേ? ഇടയ്ക്കിടയ്ക്ക് എഞ്ചിൻ ഓയിൽ ചേഞ്ച് ചെയ്യാൻ പറയും അല്ലേ. അവിടെ നമ്മളുടെ വെഹിക്കിൾ ഒരു മെഷീനാണല്ലേ. ആ വെഹിക്കിളിനുള്ള മെഷീൻ്റെ ഉള്ളിൽ ഓയിൽ ചേഞ്ച് ചെയ്യുന്നത് എന്തിനാണ്? അവിടെ ശരിക്കും ഓയിലി കിട്ടാൻ വേണ്ടി, സ്മൂത്ത്ലി റൺ ചെയ്യാൻ വേണ്ടി. അതെന്താണ്? ശരിക്കും നമ്മൾ എന്താ ചെയ്യുന്നത്? ഫ്രിക്ഷൻ റെഡ്യൂസ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത ഓയിൽ ഈസ് അപ്ലൈഡ് ഓൺ ദ ഹിഞ്ചസ് ഓഫ് ദ ഡോർ സോ ദേ ക്യാൻ മൂവ് ഈസിലി. അതേ മാം നേരത്തെ പറഞ്ഞു, ഡോറിന്റെ ഹിഞ്ചസിൽ അല്ലേ, ഡോറിന്റെ സൈഡിലൊക്കെ നമ്മളുടെ അവിടെ എന്ത് ചെയ്യും? നമ്മൾ എന്ത് അപ്ലൈ ചെയ്യും? ഓയിൽ അപ്ലൈ ചെയ്യും. എന്തിന്? അവിടെ മൂവ്മെന്റ് ഈസി ആക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അതൊക്കെ നമ്മൾ ഡെയിലി നിങ്ങൾ ആലോചിച്ചാൽ ഒന്ന് തിങ്ക് ചെയ്താൽ തന്നെ കിട്ടുന്ന കാര്യങ്ങളാണ് അല്ല. ഇതൊക്കെ നമ്മൾ ഗ്രീസ് ഒഴിക്കുന്നതും ഓയിൽ ചെയ്യുന്ന കാര്യങ്ങളും അല്ലേ. അവിടെയൊക്കെ എന്താണ്? മൂവ്മെന്റ് എളുപ്പമാക്കാൻ വേണ്ടിയിട്ടാണ്. അതെന്ത് കേസാണ്? റെഡ്യൂസിങ് ഫ്രിക്ഷന്റെ കേസാണ്. ഓക്കെ, എന്താണ്? എന്തൊക്കെയായിരുന്നു റെഡ്യൂസിങ് ഫ്രിക്ഷന്റെ കേസ് പറഞ്ഞത്? ഫസ്റ്റ് തന്നെ പറഞ്ഞു, എന്തായിരുന്നു?
പൗഡർ സ്പ്രിങ്കിൾ ചെയ്യുന്ന കേസ് പറഞ്ഞു അല്ലെ. എന്തിന്റെ മുകളിൽ? കാരം ബോർഡിന്റെ മുകളിൽ. ഓക്കെ, ഇതുപോലെ കുറേ എന്താണ് എക്സാമ്പിൾസ് ഉണ്ട് കേട്ടോ. അപ്പം കുറച്ച് എക്സാമ്പിൾസ് ആണ് എടുക്കുന്നത്. എക്സാമ്പിൾസ് ചോദിക്കുമ്പോൾ നന്നായിട്ട് വായിച്ചു നോക്കുക. അപ്പം നമ്മൾ കുറേ എക്സാമ്പിൾസ് കിട്ടും. ഓക്കെ, അപ്പൊ ദ പൗഡർ ഈസ് സ്പ്രിങ്കിൾഡ് ഓവർ ദ കാരം ബോർഡ് ടു ഡിക്രീസ് ദ ഫ്രിക്ഷൻ ബിറ്റ്വീൻ ദ ബോർഡ് സർഫേസ് ആൻഡ് ദ സ്ട്രൈക്കർ. ബോർഡ് സർഫേസിന്റെയും സ്ട്രൈക്കറിന്റെയും ഇടയിലുള്ള ഫ്രിക്ഷൻ കുറയ്ക്കാൻ വേണ്ടി നമ്മൾ എന്തിടുന്നുണ്ട്? ഒരു പൗഡർ ഇടുന്നുണ്ട് അല്ലെ കാരം ബോർഡിന്റെ മുകളിൽ. ഇൻ ദിസ് വേ ദ സർഫേസ് ഓഫ് ദ കാരം ബോർഡ് ബിക്കം സ്മൂത്ത് അല്ലെ. ഇതിന്റെ സർഫേസ്, കാരം ബോർഡിന്റെ സർഫേസ് എന്താവും? സ്മൂത്ത് ആവും. ഓക്കെ, അടുത്ത കേസ് എന്തായിരുന്നു മാം പറഞ്ഞത്? ഗ്രീസ് യൂസ് ചെയ്യുന്നത് എന്തിലെ? ബൈസിക്കിൾസിലും മോട്ടേഴ്സിലും അല്ലെ മെഷീൻസിലും നമ്മൾ എന്ത് ചെയ്യാണ്? ഗ്രീസ് ഒക്കെ ഉപയോഗിക്കുന്നത്. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യുന്നു? ഫ്രിക്ഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട്, സ്മൂത്ത്ലി റൺ ചെയ്യാൻ വേണ്ടിയിട്ട്. അടുത്ത എന്തായിരുന്നു? ഓയിൽ ഈസ് അപ്ലൈ ഓൺ ദ ഹിഞ്ചസ് ഓഫ് ദ ഡോർ. ഡോറിന്റെ ഹിഞ്ചസിലൊക്കെ നമ്മൾ എന്ത് അപ്ലൈ ചെയ്യുന്നുണ്ട്? ഓയിൽ അപ്ലൈ ചെയ്യുന്നുണ്ട്. സോ ദാറ്റ് ദേ ക്യാൻ മൂവ് ഈസിലി. ഓക്കെ, ഇപ്പൊ ഇൻക്രീസും ഡിക്രീസും കഴിഞ്ഞു. ഈ നോക്കി, ഇപ്പൊ മാം പറഞ്ഞു ഈ ഓയിൽ ഇതൊക്കെ പറഞ്ഞു അല്ലെ, ഓയിൽ ഗ്രീസ് ഇതൊക്കെ, അതിനൊക്കെ പറയുന്ന പേരാണ് ലൂബ്രിക്കൻസ് എന്ന് പറയുന്നത്. എന്താണ് പറയുന്നത്? ലൂബ്രിക്കൻസ്. കണ്ടോ, നിങ്ങൾ NCERT കാണാം. എന്ത് ലൂബ്രിക്കൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ഇതെന്താണ്? നമ്മളൊരു ടയറിൽ ജസ്റ്റ് ഓയിൽ പരന്ന് ജസ്റ്റ് ഒരു ഫിഗർ ആണ് കേട്ടോ. നമ്മളെ പോയി ഓയിലിംഗ് ഓർ ഗ്രീസിങ്ങിനൊക്കെ നമ്മൾ പറയുന്ന പേരും ലൂബ്രിക്കൻസ്. നമ്മൾ എന്ത് ചെയ്യാണ്ട്? റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മക്കളെ? ഫ്രിക്ഷൻ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, എന്താണ്? അപ്ലൈങ് സബ്സ്റ്റൻസ് ലൈക്ക് ഓയിൽ, ഗ്രീസ് ഓർ പൗഡർ. ഓക്കെ, ഓയിലോ ഗ്രീസോ പൗഡറോ on allow smooth movement as they block the irregularities of surface. നമ്മൾ ഓയിൽ ഓർ ഗ്രീസ്, എന്താണ് പറഞ്ഞത്? ഓയിൽ, ഗ്രീസ്, എന്ത് ചെയ്യുന്നു? ഓയിൽ, ഗ്രീസ് ഓർ പൗഡർ അലോ സ്മൂത്ത് മൂവ്മെന്റ് അല്ലെ. നമ്മൾ ഇത് എന്തെങ്കിലും ഒരു സബ്സ്റ്റൻസിന്റെ മുകളിൽ ഓയിലോ ഗ്രീസോ എന്തെങ്കിലും നമ്മൾ ആഡ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? അവിടെ മൂവ്മെന്റ് സ്മൂത്ത് ചെയ്യാൻ പറ്റും. ഓക്കെ, എന്താ? നമുക്ക് ഇതേ ബ്ലോക്ക് ദ ഇറഗുലർ, ആ സർഫസിന്റെ ഇറഗുലാരിറ്റീസ് ഒക്കെ ഉണ്ടെങ്കിൽ, നമ്മൾ സർഫസ്, ഒരു മെഷീൻ്റെ സർഫസ് ഉണ്ടെന്ന് വിചാരിക്കും. ആ സർഫസ് മൂവ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെങ്കിൽ നമ്മൾ അവിടെ ഓയിൽ ഇട്ട് കൊടുത്താൽ, അപ്പോൾ നമ്മൾ പറഞ്ഞു ഡോറിന്റെ ഒക്കെ ഹിഞ്ചസിലിടുന്ന പറഞ്ഞു. അപ്പൊ അതിന്റെ അവിടെ ഇറഗുലാരിറ്റീസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് നമ്മളുടെ ഈ ഓയിലിംഗ് കൊണ്ട് പോകുന്നതാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് പോയിന്റ്? അപ്ലൈങ് സബ്സ്റ്റൻസസ് ലൈക്ക് ഓയിൽ, ഗ്രീസ് ഓർ പൗഡർ അലോ സ്മൂത്ത് മൂവ്മെന്റ് ആസ് ദേ ബ്ലോക്ക് ദ ഇറഗുലാരിറ്റീസ് ഓഫ് എ സർഫസ്. സർഫസിന്റെ ഇറഗുലാരിറ്റീസ് ബ്ലോക്ക് ചെയ്യും. ഓക്കെ, സെക്കൻഡ് എന്താണ്? ദ സബ്സ്റ്റൻസ് ദാറ്റ് ക്യാൻ റെഡ്യൂസ് ദ എമൗണ്ട് ഓഫ് ഫ്രിക്ഷൻ ബിറ്റ്വീൻ ദ ഡിഫറെന്റ് ഒബ്ജക്ട്സ് ആർ കോൾഡ് ലൂബ്രിക്കൻസ്. എന്താണ് ലൂബ്രിക്കൻസ് എന്ന് പറയുന്നത്? ഒരു സബ്സ്റ്റൻസ് ദാറ്റ് ക്യാൻ റെഡ്യൂസ് ദ എമൗണ്ട് ഓഫ് ഫ്രിക്ഷന്റെ എമൗണ്ട് റെഡ്യൂസ് ചെയ്യാൻ കഴിയുന്ന സബ്സ്റ്റൻസിനെ പറയുന്ന പേരാണ് എന്ത്? ലൂബ്രിക്കൻസ്. എക്സാമ്പിൾസ് എന്തൊക്കെയാണ്? ഓയിൽ, ഗ്രീസ്, അങ്ങനത്തെ സാധനത്തിലൊക്കെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എന്താണ് പറയുന്നത്? ലൂബ്രിക്കൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ദ സബ്സ്റ്റൻസ് ദാറ്റ് ക്യാൻ റെഡ്യൂസ് ദ എമൗണ്ട് ഓഫ് ഫ്രിക്ഷൻ ബിറ്റ്വീൻ ഡിഫറെന്റ് ഒബ്ജക്ട്സ് അല്ലെ. പല ഒബ്ജക്ട്സിന്റെ ഇടയിലുള്ള എന്താണ് പറയുക? ഫ്രിക്ഷൻസ് റെഡ്യൂസ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന സബ്സ്റ്റൻസിനെ പറയുന്ന പേരാണ് എന്താണ്? ലൂബ്രിക്കൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ദ സബ്സ്റ്റൻസ് ദാറ്റ് ക്യാൻ റെഡ്യൂസ് ദ എമൗണ്ട് ഓഫ് ഫ്രിക്ഷൻ ബിറ്റ്വീൻ ഡിഫറെന്റ് ഒബ്ജക്ട്സ് ആർ കോൾഡ് ലൂബ്രിക്കൻസ്. എക്സാമ്പിൾ ഗ്രീസ്, ഓയിൽ ഒക്കെ പറയാം. അടുത്ത് നോക്കി, however we can never reduce friction to a level of 0. There are always some irregularities present on surface. ഇത് നമ്മൾ ഈ ഓയിലിംഗ് ഇതൊക്കെ ചെയ്താലും നമുക്ക് എന്താണ് ശരിക്കും ഫ്രിക്ഷൻ ഒരിക്കലും 0 എന്ന ലെവലിലേക്ക് കൊണ്ടുവരാൻ പറ്റും. തീരെ ഫ്രിക്ഷൻസ് ഇല്ലാതാക്കാൻ പറ്റൂല കേട്ടോ. ഫ്രിക്ഷൻ എപ്പോഴാണ് അവിടെ ഉണ്ടാവും, ഫ്രിക്ഷൻ നമുക്ക് 0 എന്ന ലെവലിലേക്ക് കൊണ്ടുവരാൻ പറ്റൂല എന്നാണ് പറയുന്നത്. ഓക്കെ, എന്താ പറയുന്നത്? വി ക്യാൻ നെവർ റിഡ്യൂസ് ഫ്രിക്ഷൻ ടു എ ലെവൽ ഓഫ് 0. ഹൗവർ സം ഇറഗുലാരിറ്റീസ് പ്രസന്റ് ഓൺ ദ സർഫസ്. ഏത് സമയത്തും സർഫസിന്റെ മുകളിൽ ഇറഗുലാരിറ്റീസ്, അപ്പോൾ നമ്മൾ ഇറഗുലാരിറ്റീസ് ഒഴിവാക്കാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ലൂബ്രിക്കന്റ് ചെയ്യുന്നത്. ലൂബ്രിക്കൻസ് ചെയ്താലും ചില എന്താണ് പറയുന്നത്? റെഗുലാരിറ്റീസ് ഉണ്ടാവും. റെഗുലാരിറ്റീസ് ഉണ്ടാകുമ്പോൾ അവിടെ എന്തുണ്ടാവും? ഫ്രിക്ഷൻ ഉണ്ടാവും എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞ പോയിന്റിൽ റിഡ്യൂസിങ് ഫ്രിക്ഷൻ പറഞ്ഞു. നേരത്തെ നമ്മൾ എന്ത് പറഞ്ഞു? ഇൻക്രീസിങ് ഫ്രിക്ഷൻ. അപ്പോൾ റിഡ്യൂസിങ് ഫ്രിക്ഷന്റെ കേസിൽ നമ്മൾ ഗ്രീസിങ്, ഓയിലിംഗ് ഒക്കെ പറഞ്ഞു. അതിനൊക്കെ നമ്മളൊരു പേര് കൊടുത്തെന്തായിരുന്നു? ലൂബ്രിക്കൻസ് എന്ന് നമ്മളത് പറയാം. ആ സബ്സ്റ്റൻസിനെ പറയുന്ന പേരായിരുന്നു ലൂബ്രിക്കൻസ് എന്ന് പറയും. ഓക്കെ അല്ലേ? ഓക്കെ, എന്താ ക്വസ്റ്റ്യൻ നോക്കി? നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നമുക്കറിയാം, നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇതല്ലേ, നേരത്തെ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നിങ്ങൾ ഇങ്ങനെ എഴുതുന്നതാണ്. വൈ ഈസ് ദ സോൾ ഓഫ് യുവർ ഷൂസ് ഗ്രൂഡ്? എന്തുകൊണ്ടാണ് ഷൂസിന്റെ സോളൊക്കെ ഗ്രൂ ചെയ്ത്? കണ്ട് അതൊക്കെ സോളാണ്, സോളിലെ ഗ്രൂ ചെയ്ത ഷേപ്പാണ് അല്ലെ. ഇത് നമ്മളുടെ സോളാണ്, ഷൂവിന്റെ സോളാണ് കാണിക്കുന്നത്. അതിൽ ഗ്രൂ ചെയ്ത് എന്തുകൊണ്ടാണെന്ന ക്വസ്റ്റ്യൻ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ഒന്ന് വായിച്ചു നോക്കി. എന്താണ് എക്സാമിന് ചോദിച്ചാൽ എങ്ങനെ എഴുതണം എന്നാണ് മാം പറഞ്ഞത്. ഓക്കെ,
The sole of the shoes are grooved because groove shoes provides better grip on the floor so that can move easily. അല്ലേ നമുക്ക് എന്ത് കിട്ടും? ഈ ഗ്രിപ്പ് കിട്ടും. എന്തുകൊണ്ട്? എന്തോ ഗ്രൂവിനെ കൊണ്ട് നമ്മൾ നമ്മളുടെ ഷൂസിന്റെ അടിയിൽ കുറെ ഗ്രൂവ്സ് ആക്കിയാൽ നമുക്ക് അവിടെ എന്ത് കിട്ടും എന്നാ പറയുന്നത്? ഗ്രിപ്പ് കിട്ടും. ഗ്രിപ്പ് കിട്ടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ശരിക്കും ഗ്രിപ്പ് എന്ത് ചെയ്യാണ്? നമ്മൾ അവിടെ എന്താ ചെയ്യുന്നത്? ഫ്രിക്ഷൻ ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലെ? ഇൻക്രീസിങ് ദ ഫ്രിക്ഷൻ ആണ് ചെയ്യുന്നത്. ഫ്രിക്ഷൻ ഇൻക്രീസ് ചെയ്തിട്ട് നമുക്ക് ഗ്രിപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? എന്താണ്? ഷൂസിന്റെ സോള് ഗ്രൂവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ആ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ഇങ്ങനെ ആൻസർ ചെയ്തണം കേട്ടോ. സോൾ ഓഫ് ഷൂസ് ആർ ഗ്രൂവ്ഡ് ബിക്കോസ് ഗ്രൂവ്ഡ് ഷൂസ് പ്രൊവൈഡ് better grip on the floors that we can move easily or safely. Okay, അടുത്ത നോക്കിയേ. Why would we suddenly slip if we step on banana peel accidentally? ഓക്കെ, നമ്മൾ പഴത്തിന്റെ ബനാനന്റെ പീല്, ബനാനന്റെ തൊലി അല്ലെ, നമ്മൾ ചവിട്ടി പോയാൽ അന്ന് നമ്മൾ പെട്ടെന്ന് സ്ലിപ്പ് ആവുന്നത് എന്തുകൊണ്ടായിരിക്കും? Why would we slip? എന്തുകൊണ്ട് നമ്മൾ സ്ലിപ്പ് ആവുന്നത് പെട്ടെന്ന്? A person slip on the banana peel. This happens because the banana peel എന്താണ്? ഭയങ്കര എന്താണ് മക്കളെ? സ്ലിപ്പറി ആണല്ലേ? തൊട്ടാൽ തന്നെ അറിയാം ഭയങ്കര സ്ലിപ്പറി സർഫസ് ആയിരിക്കും അല്ലേ നിന്ന്. അപ്പൊ ആ സ്ലിപ്പറി സർഫസിൽ അവിടെ എന്തായിരിക്കും? ഫ്രിക്ഷൻ കൂടുതലായിരിക്കോ കുറവായിരിക്കോ? ഫ്രിക്ഷൻ കുറവായിരിക്കും അല്ലെ? ഫ്രിക്ഷൻ ഭയങ്കര കുറവായിരിക്കും ആ ഒരു കേസിൽ. ഓക്കെ, ഫ്രിക്ഷൻ കുറവാകുമ്പോൾ നമ്മളുടെ മൂവ്മെന്റ് എന്ത് ചെയ്യും? പെട്ടെന്ന് സ്ലിപ്പ് ആവാൻ ചാൻസ് ഉണ്ട് അല്ലെ? ഞാൻ പറഞ്ഞു ഫ്രിക്ഷൻ എന്ത് ചെയ്യണം? നന്നായി ഫ്രിക്ഷൻ ഉണ്ടായാലേ ഉള്ളൂ നമുക്ക് മൂവ്മെന്റ് വരെ നടക്കുള്ളൂ അല്ലെ? അപ്പൊ എന്താണ്? A person slips on banana peel. This happens because a banana peel has a slippery surface and it offers very less friction. അവിടെ എന്താണ്? ഫ്രിക്ഷൻ ഭയങ്കര കുറവായിരിക്കും to the ground. Thus, however, the banana peel comes under the feet of a person. The person may slip and trip or because of less friction. Less friction ഉള്ളത് കാരണം അവിടെ എന്ത് ചെയ്യും? സ്ലിപ്പ് ആവും. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ ബനാന പീലിന്റെ മുകളിലേക്ക് ചവിട്ടിയാൽ പെട്ടെന്ന് സ്ലിപ്പ് ആവുന്നത്. കാരണം അവിടെ സ്ലിപ്പ് സർഫസ് ആണ്. അപ്പൊ സ്ലിപ്പറി സർഫസ് ഒക്കെ ഉണ്ടെന്ന് അപ്പൊ നിങ്ങൾ എന്താ ആലോചിക്കണം? അവിടെ ഫ്രിക്ഷൻ എന്തായിരിക്കും? കുറവായിരിക്കും. ഓക്കെ, അപ്പൊ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ഒക്കെ ചോദിച്ചാൽ നിങ്ങൾ എന്ത് ആലോചിക്കണം? ഫ്രിക്ഷന്റെ കേസിലൂടെ ആലോചിക്കണം. അപ്പൊ നമുക്കറിയാം പിന്നെ അത് സ്ലിപ്പറി സർഫസ് ആണെന്ന് പറയും. സ്ലിപ്പറി സർഫസിൽ ഫ്രിക്ഷൻ കുറവായിരിക്കും മാത്രം എഴുതിയാൽ മതി. ഓക്കെ അല്ലേ? ഓക്കെ, പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. ഹൗ വീൽസ് റെഡ്യൂസ് ഫ്രിക്ഷൻ? എങ്ങനെയാണ് വീൽസ് ഫ്രിക്ഷൻ കുറയ്ക്കുന്നത്? നമ്മൾ പറഞ്ഞു വീൽസ് ഫ്രിക്ഷൻ കുറവാണ് അല്ലെ? നമ്മുടെ വെഹിക്കിൾസിലൊക്കെ വീൽസിന് ഫ്രിക്ഷൻ കുറവാണ്. എങ്ങനെയാ അത് റെഡ്യൂസ് ചെയ്യുന്നതെന്നാ ചോദിച്ചത്. എന്താണ് വീൽസിൽ ഏത് ഫ്രിക്ഷൻ ആക്ട് ചെയ്യുന്നത്? ഏത് ഫ്രിക്ഷൻ ആണ്? നമ്മൾ പഠിച്ച ടൈപ്സ് ഓഫ് ഫ്രിക്ഷൻ ഏതാണ്? ആലോചിച്ച് നോക്കിയേ. ഏത് ഫ്രിക്ഷൻ ആയിരിക്കും? സ്റ്റാറ്റിക് ആണോ? സ്ലൈഡിംഗ് ആണോ? റോളിംഗ് ആണോ? വിച്ച് വൺ? റോളിംഗ് അല്ലേ? വീല് റോൾ ചെയ്തിട്ടാണ് പോകുന്നത്. അപ്പൊ നമുക്കറിയാം അത് റോളിംഗ് ഫ്രിക്ഷൻ ആണ്. എന്താണ് പറയുന്നത്? We know that when an object rolls over a surface, rolling friction is provided. അല്ലേ? നമുക്ക് ഒരു ഒബ്ജക്ട് റോൾ ചെയ്യാണ്, സർഫസിന്റെ മുകളിലൂടെ റോൾ ചെയ്യുകയാണെങ്കിൽ ഏത് ഫ്രിക്ഷൻ ആയിരിക്കും? റോളിംഗ് ഫ്രിക്ഷൻ. വിച്ച് റെസിസ്റ്റ് ഇസ് മോഷൻ ഓൺ ദ സർഫസ് അല്ലേ? അതെന്ത് ചെയ്യണം? സർഫസിന്റെ മുകളിലുള്ള അതിന്റെ മോഷൻ റെസിസ്റ്റ് ചെയ്യാണ് അല്ലെ? നമ്മളുടെ റോൾ ചെയ്ത് ഇങ്ങനെ പോവുകയാണെങ്കിൽ, അത് സർഫസിന്റെ മുകളിൽ ഇവിടെ റോൾ ചെയ്ത് പോവുകയാണെങ്കിൽ അതിന്റെ എന്ത് ചെയ്യും? സർഫസിന്റെ എന്ത് റെസിസ്റ്റ് ചെയ്യും അല്ലെ? മൂവ്മെന്റ്. ഇവിടെ എന്താ ഇതെന്ത് ഫ്രിക്ഷൻ അവിടെ ഉണ്ടാവുക? റോളിംഗ് ഫ്രിക്ഷൻ. എന്ത് ഫ്രിക്ഷൻ ഉണ്ടാവും? റോളിംഗ് ഫ്രിക്ഷൻ ഉണ്ടാവും. ഓക്കെ, ഹൗവർ ഇറ്റ്സ് മാഗ്നിറ്റ്യൂഡ് ഇസ് ലെസ്സർ ദാൻ സ്റ്റാറ്റിക്. നമുക്കറിയാം എന്താണ് നേരത്തെ പറഞ്ഞിട്ടുണ്ടായത്? റോളിംഗ് ഫ്രിക്ഷന്റെ മാഗ്നിറ്റ്യൂഡ് ഏതാ ഏറ്റവും കൂടുതൽ ഫ്രിക്ഷൻ ഉണ്ടാവുക? സ്റ്റാറ്റിക്. പിന്നെ ഏതാണ്? സ്ലൈഡിങ്. പിന്നെയാണ് റോളിംഗ് അല്ലെ? റോളിംഗ് ഫ്രിക്ഷന്റെ മാഗ്നിറ്റ്യൂഡ് ശരിക്കും കുറവാണ് അല്ലെ? അപ്പൊ എന്താ പറയുന്നത്? However, its magnitude is lesser than static and sliding friction. അല്ലെ? സ്റ്റാറ്റിക്കും സ്ലൈഡിംഗ് ഫ്രിക്ഷനും കാട്ടി കുറവാണ് എന്ത്? റോളിംഗ് ഫ്രിക്ഷന്റെ മാഗ്നിറ്റ്യൂഡ്. എന്താണ് മാം ഇപ്പൊ പറഞ്ഞത്? We know that when an object rolls over, അല്ലെ? നമുക്കറിയാം ഒരു ഒബ്ജക്ട് എന്താണ്? മാം ജസ്റ്റ് വീല് വരച്ചതാണ് കേട്ടോ. Rolls over a surface, rolling friction is produced which resists its movement. മൂവ്മെന്റ് എന്ത് ചെയ്യും? റെസിസ്റ്റ് ചെയ്യും. എന്ത്? റോളിംഗ് ഫ്രിക്ഷൻ. ആൻഡ് എന്താണ്? പ്രൊഡ്യൂസ് വിച്ച് റെസിസ്റ്റ് ഇറ്റ്സ് മോഷൻ ഓൺ ദ സർഫസ്. ഹൗ ഇറ്റ്സ് മാഗ്നിറ്റ്യൂഡ് ലെസ്സർ അല്ലെ? നമുക്കറിയാം എന്തിന്റെ റോളിംഗ് ഫ്രിക്ഷൻ എന്തിനാ? സ്റ്റാറ്റിക് ഫ്രിക്ഷനും സ്ലൈഡിംഗ് ഫ്രിക്ഷനും കാട്ടി മാഗ്നിറ്റ്യൂഡ് കുറവായിരിക്കും. എന്താണ് അടുത്ത പോയിന്റ്? വീൽസ് ആർ സർക്കുലേറ്റിംഗ് ഒബ്ജക്ട് ദാറ്റ് ടേൺസ് അറൌണ്ട് എ സെന്റർ പോയിന്റ് അല്ലെ? നമുക്കറിയാം വീൽസ് എന്താണ്? ഒരു സർക്കുലേറ്റിംഗ് ഒബ്ജക്റ്റ് ആണ് അല്ലെ? സർക്കിൾ ഉള്ള ഒരു ഒബ്ജക്റ്റ് ആണ് വീൽസ്. ദാറ്റ് ടേൺസ് അറൌണ്ട് എ സെന്റർ പോയിന്റ്. എന്താണ്? സെന്റർ പോയിന്റ് വെച്ചിട്ടാണ് ഇങ്ങനെ ടേൺ ചെയ്യുക അല്ലെ? നമുക്കറിയാം എങ്ങനെ മൂവ് ചെയ്യുന്ന അറിയാം. ഓക്കെ, പിന്നെന്താ പറയുന്നത്?
അടുത്ത the wheels allow an object to roll over the surface rather than allowing them to slide over the surface. അല്ലേ, നമുക്കറിയാം ഈ വീൽ എന്ന് പറയുന്ന സംഭവം നമുക്ക് റോൾ ചെയ്തിട്ടല്ലേ പോവാം. ഇപ്പൊ നമ്മളുടെ ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്, ഇവിടെ ഒരു പോയിന്റ് ഉണ്ടെങ്കിൽ ഈ പോയിന്റ് നമ്മൾ അടുത്ത മൂവ് ചെയ്തിട്ട് എവിടെ എത്തും? ഓക്കെ, ഈ പോയിന്റ് മൂവ് ചെയ്യുമ്പോൾ തിരിച്ച് ഈ മൂവ്മെന്റ് ഇവിടെ എത്തുമ്പോൾ ഈ പോയിന്റ് ഇവിടെ എത്തൂലേ? അപ്പൊ റോൾ ചെയ്താൽ ഉരുണ്ടാണ് നമ്മളുടെ വീൽസ് ഒക്കെ മൂവ് ചെയ്യുന്നത്. നമ്മൾ എന്ത് സ്ലൈഡ് ആണോ ചെയ്യുന്നത്? മൂവ്മെന്റ് നേരെ ഡയറക്റ്റ് നീങ്ങി പോവാണോ ചെയ്യുന്നത്? എല്ലാം എന്താണ്, റോൾ ചെയ്താണ് പോകുന്നത്. ദ വീൽസ് അലൗസ് ആൻ ഒബ്ജക്ട് ടു റോൾ ഓവർ ദ സർഫസ് റാദർ ദാൻ അലോയിങ് ദം ടു സ്ലൈഡ് ഓവർ ദ സർഫസ്. അല്ലെ, സ്ലൈഡ് ചെയ്യാതെ അത് റോൾ ചെയ്യാണ് ചെയ്യുന്നത്. ദിസ് റിസൾട്ട്സ് ഇൻ ലെസ് ഫ്രിക്ഷൻ. അപ്പൊ അവിടെ എന്തായിരിക്കും? ഫ്രിക്ഷൻ എന്തായിരിക്കും? ലെസ് ആയിരിക്കും. അല്ലെ, നമുക്കറിയാം സ്ലൈഡിങ് ഫ്രിക്ഷൻ കാരണം കാട്ടി എന്ത് കുറവാണ്? റോളിംഗ് ഫ്രിക്ഷൻ കുറവാണ്. അല്ലെ, റോൾ ചെയ്യുമ്പോൾ ഒന്നും കൂടി എളുപ്പമാണ്, മൂവ്മെന്റ് ഒന്നും കൂടി എളുപ്പം. നമുക്ക് കോമൺ ആയിട്ട് ഒന്ന് ചിന്തിച്ചാൽ മതി. റോൾ ചെയ്യുമ്പോൾ ഏതൊരു സിലിണ്ടർ ഒരു എനിത്തിങ്, അല്ലെ നമ്മളുടെ ഒരു സിലിണ്ടറി ബോക്സോ അല്ലെ ഒരു സിലിണ്ടറിക്കൽ ഒരു ടിൻ ഉണ്ടെന്ന് ആലോചിച്ചു, ഒന്ന് റോൾ ചെയ്ത് നോക്കിയേ. അത് ഭയങ്കരമായിട്ട് പെട്ടെന്ന് മൂവ് ചെയ്ത് പോകുന്നതാണ്. അതേ സാധനം തന്നെ അല്ലെങ്കിൽ വേറൊരു ബോക്സ് നമ്മളൊന്ന് ഇങ്ങനെ നോക്കി ഒരു സ്ലൈഡ് ചെയ്ത് നോക്കി, മൂവ് ചെയ്ത് നോക്കി, അത് അത്ര മൂവ് ചെയ്യില്ല, പെട്ടെന്ന് തന്നെ അവിടെ സ്റ്റോപ്പ് ചെയ്യും. അല്ലേ, അവിടെ എന്തായിരിക്കും? സ്ലൈഡിങ് ഫ്രിക്ഷൻ കൂടുതലാണ്. റോളിംഗ് ഫ്രിക്ഷൻ സ്ലൈഡിങ് ഫ്രിക്ഷനെക്കാട്ടിലും കൂടുതലാണ്. എന്താണ്? റോളിംഗ് ഫ്രിക്ഷൻ എന്താണ്? കുറവായിരിക്കും. അതുകൊണ്ട് മൂവ്മെന്റ് കുറേ ഉണ്ടാവും. അല്ലെ, നമ്മൾ ആലോചിച്ചാൽ മതി. നമ്മളുടെ ഒരു ജസ്റ്റ് ഇതായി ഒരു പെന്നൊക്കെ റോൾ ചെയ്യല്ലേ ചെയ്യാം. നമ്മൾ പെന്ന ഒന്ന് ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്താൽ റോൾ ചെയ്യുക ചെയ്യാം. അല്ലേ, നമ്മളുടെ ബോക്സ് പോലത്തെ റെക്ടാങ്കിൾ പോലത്തെ ഷേപ്പുള്ള സാധനമൊക്കെ അത് സ്ലൈഡ് ചെയ്യുക ചെയ്യാം. അല്ലേ, എന്താ പറയുന്നത്? അപ്പൊ ദിസ് റിസൾട്ട് ഇൻ ലെസ് ഫ്രിക്ഷൻ. അവിടെ എന്തായിരിക്കും? റോളിംഗ് ഫ്രിക്ഷൻ എന്തായിരിക്കും? ഫ്രിക്ഷൻ ഭയങ്കര ലെസ് ആയിരിക്കും. ആൻഡ് ഹാൻസ് ഈസി മൂവ്മെന്റ് ഓഫ് അവിടെ എന്താണ്? മൂവ്മെന്റ് എന്തായിരിക്കും? ഈസി ആയിരിക്കും. ഓക്കെ, ഇപ്പൊ നമ്മൾ പറഞ്ഞ എക്സാമ്പിൾസിലൊക്കെ മൂവ്മെന്റ് ഈസി അല്ലേ? നമ്മളുടെ സിലിണ്ടറിക്കലി പോയ എന്തെങ്കിലും ഒരു പൈപ്പ് അല്ലെങ്കിൽ നമ്മളുടെ ഒരു പൈപ്പ് പോലത്തെ സംഭവമൊക്കെ ഒന്ന് മൂവ് ചെയ്ത് നോക്കി, പെട്ടെന്ന് മൂവ് ചെയ്യും. അല്ലേ, അവിടെ റോൾ ചെയ്യാണ് ചെയ്യുന്നത്. റോളിംഗ് ഫ്രിക്ഷൻ ഇസ് ഓൾസോ യൂസ്ഡ് ഇൻ ദ പാർട്സ് ഓഫ് മെഷീൻ ദാറ്റ് ആർ മൂവ് ഇൻ കണ്ടിന്യൂസ്ലി. എന്താണ് ഈ റോളിംഗ് ഫ്രിക്ഷൻ? നമ്മളുടെ ചില മെഷീൻസിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. റോളിംഗ് ഫ്രിക്ഷൻ ഈസ് ഓൾസോ യൂസ്ഡ് ഇൻ ദ പാർട്സ് ഓഫ് എ മെഷീൻ ദാറ്റ് ആർ മൂവിങ് കണ്ടിന്യൂസ്ലി മൂവ് ചെയ്യുന്ന ചില മെഷീൻസിലൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? റോളിംഗ് ഫ്രിക്ഷൻ ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് പല എക്സാമ്പിൾസും കാണാം അല്ലേ റോളിംഗ് ഫ്രിക്ഷൻസ് ഉപയോഗിക്കുന്നത്. വീൽസ് പോലത്തെ സാധനങ്ങൾ നമ്മളെ മെയിനായിട്ട് നമ്മൾക്ക് വെഹിക്കിൾ തന്നെ പറയാം. അല്ലേ, വെഹിക്കിൾസിലെ വീൽസ് തന്നെ നമുക്ക് പറയാം. കുറേ മെഷീൻസിൽ നിങ്ങൾക്ക് കാണാമല്ലോ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് പോകുന്നത്. അപ്പൊ റോളിംഗ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത് എന്താണ് പറയുന്നത്? റോളിംഗ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത് എങ്ങനെ നമുക്ക് റെഡ്യൂസ് ചെയ്യുന്നത്? റോൾ ചെയ്തിട്ടാണ് പോകുന്നത്. ആ റോൾ ചെയ്ത് പോകുമ്പോൾ നമ്മൾ അവിടെ ഫ്രിക്ഷൻ കുറവായിരിക്കും. എന്ത് കമ്പാരിറ്റീവ്ലി? സ്ലൈഡിങ് ഫ്രിക്ഷൻ ഇങ്ങനെ മൂവ് ചെയ്യുന്നതിനേക്കാളും കമ്പാരിറ്റീവ്ലി ഫ്രിക്ഷൻ അവിടെ കുറവായിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ? ഓക്കെ അല്ലേ? പിടികിട്ടിയോ? In this way, sliding friction is removed with the help of rolling friction. അടുത്ത പറയുന്നത് എന്താണ്? Sliding friction is removed with the help of rolling friction. Therefore, the adverse effects of friction such as production of heat and wear and tear of the mechanical parts are also reduced. എന്താ പറയുന്നത്? ഈ ഒരു റോളിംഗ് ഫ്രിക്ഷൻ കാരണം നമുക്ക് ചില മെഷീൻസിലൊക്കെ എന്താണ് സ്ലൈഡിംഗ് ഫ്രിക്ഷൻ ഒഴിവാക്കാം. അല്ലെ, സ്ലൈഡിംഗ് ഫ്രിക്ഷനേക്കാളും ഏറ്റവും നല്ലത് എന്താണ്? റോളിംഗ് ഫ്രിക്ഷൻ. ഈ റോളിംഗ് ഫ്രിക്ഷൻ ഉണ്ടാകുമ്പോൾ അവിടെ വിയർ ആൻഡ് ടിയർ ഒക്കെ കുറച്ച് കുറവായിരിക്കും എന്നാണ് പറയുന്നത്. പാർട്സിന്റെ തേയിലൊക്കെ ഉണ്ടാവില്ല, വിയർ ആൻഡ് ടിയർ ഒക്കെ കുറച്ച് കുറവായിരിക്കും. ഓക്കെ, അപ്പം വിയർ ആൻഡ് ടിയർ അതുപോലെ എന്താണ്? ഹീറ്റിന്റെ പ്രൊഡക്ഷൻ. സ്ലൈഡിംഗ് ഫ്രിക്ഷനിൽ പ്രൊഡക്ഷൻ ഹീറ്റൊക്കെ ഭയങ്കര ചൂട് പെട്ടെന്നാവും എന്നാണ് പറയുന്നത്. ഇതൊക്കെ ശരിക്കും സ്ലൈഡിംഗ് ഫ്രിക്ഷൻ ആണ്. നമ്മളുടെ ഇങ്ങനെ നമ്മൾ ഹാൻഡ് ഇങ്ങനെ വെക്കുന്നതൊക്കെ സ്ലൈഡിംഗ് ഫ്രിക്ഷൻ. ഇപ്പൊ ഇതിന്റെ കേസ് നമ്മളുടെ ഒരു പെന്നാണ് നമ്മൾ റോൾ ചെയ്യാന്ന് വെച്ചാൽ അവിടെ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതൊക്കെ കുറവായിരിക്കും. പിന്നെന്താ നമ്മൾ പറയുന്നത്? വിയർ ആൻഡ് ടിയർ ഒക്കെ കുറവായിരിക്കും. ഓക്കെ, അപ്പൊ എന്താ പോയിന്റ് വായിച്ചു നോക്കി? ഇൻ ദിസ് വേ ദ സ്ലൈഡിംഗ് ഫ്രിക്ഷൻ ഇസ് റിമൂവ്ഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് റോളിംഗ് ഫ്രിക്ഷൻ. ഇതുകൊണ്ട് സ്ലൈഡിംഗ് ഫ്രിക്ഷൻ എന്ത് ചെയ്യാം? റിമൂവ് ചെയ്യാം. എന്തിനെ കൊണ്ട്? റോളിംഗ് ഫ്രിക്ഷൻ അവിടെ കൊടുത്താൽ മതി അല്ലേ. ചില മെഷീൻസിലൊക്കെ റോളിംഗ് ഫ്രിക്ഷൻ ആണ് നമ്മൾ കൊടുക്കുന്നത്. Therefore, the adverse effects of the friction, such as production of heat, അവിടെ എന്തൊക്കെ കുറയ്ക്കാം? പ്രൊഡക്ഷൻ, ഹീറ്റ് പ്രൊഡക്ഷൻ കുറയ്ക്കാം. വിയർ ആൻഡ് ടിയർ ഓഫ് ദ മെക്കാനിക്കൽ പാർട്സ് ഓഫ് ഓൾസോ റെഡ്യൂസ്ഡ്. ഓരോ മെഷീൻസിന്റെ കുറെ പാർട്സുകളൊക്കെ വിയർ ആൻഡ് ടിയർ ഒക്കെ നമുക്ക് കുറയ്ക്കാൻ പറ്റും. മനസ്സിലാവുന്നുണ്ടോ എന്താ ഉദ്ദേശിച്ചത്? വിയർ ആൻഡ് ടിയർ എന്ന് മനസ്സിലായോ? നമ്മളുടെ തേയാന്നൊക്കെ പറയില്ലേ നമ്മൾ കുറെ ഒക്കെ യൂസ് ചെയ്താലേ. അപ്പൊ നമ്മളുടെ സ്ലൈഡിങ് ആണ്. സ്ലൈഡിംഗ് എന്ന് പറഞ്ഞാൽ എന്താ ശരിക്കും മനസ്സിലായി? നേരെ ഇങ്ങനെ പോകുന്നത്, റൊട്ടേറ്റ് ചെയ്യാതെ. ഇപ്പം പെന്നൊക്കെ നമ്മളുടെ റൊട്ടേറ്റ് ചെയ്താൽ ഇത് ഇങ്ങനെ സ്ലൈഡായിട്ട് പോകുന്നത്, ബോക്സ് ഒക്കെ പോകുന്നുണ്ടിട്ടില്ലേ, മൂവ് ചെയ്യുന്നുണ്ട്. അത് ശരിക്കും സ്ലൈഡ് ചെയ്യാൻ തോന്നുന്നു. അപ്പം അതിന് ഒരു സർഫസിന് മുകളിലൂടെ അത് മൂവ് ചെയ്യും. സർഫസിന് താഴ്ന്നുണ്ടാവും ഒരു ഫ്രിക്ഷൻ ഉണ്ടാവും. അതിനാണ് നമ്മൾ സ്ലൈഡിംഗ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. അതിന്റെ മാഗ്നിറ്റ്യൂഡ് ഭയങ്കര കൂടുതലായിരിക്കും അല്ലെ, മൂവ്മെന്റ് ചെയ്യുമ്പോൾ ഭയങ്കര കൂടുതലായിരിക്കും. റോളിംഗ് ഫ്രിക്ഷൻ ആണെങ്കിൽ കുറവ്.
ഓക്കെ, പറഞ്ഞ മനസ്സിലായില്ലേ? അപ്പൊ ആ റോളിംഗ് ഫ്രിക്ഷനാണ് നമ്മളെ വീൽസ് ഒക്കെ ശരിക്കും റോൾ ചെയ്തിട്ടാണ് ഫ്രിക്ഷൻ കൂട്ടുന്നത് അല്ലെ. റോളിംഗ് ഫ്രിക്ഷൻ ആണ് അവിടെ നടക്കുന്നത്. വീൽസിനൊക്കെ ഉണ്ടാകുന്നത് റോളിംഗ് ഫ്രിക്ഷൻ ആണ്, തിരിച്ചു വരുന്ന ഫ്രിക്ഷൻ ആണ് പറയുന്നത്. അപ്പൊ റോളിംഗ് ഫ്രിക്ഷൻ. അപ്പൊ ചില മെഷീൻസിലൊക്കെ നമ്മൾ എന്ത് യൂസ് ചെയ്യുന്ന പറയുന്നത്, സ്ലൈഡിംഗ് ഫ്രിക്ഷന്റെ പകരം റോളിംഗ് ഫ്രിക്ഷൻ യൂസ് ചെയ്യും. അതുകൊണ്ടുണ്ട് അഡ്വാൻറ്റേജസ് ഒക്കെ എന്താണ്, അവിടെ ഹീറ്റിന്റെ പ്രൊഡക്ഷൻ കുറയും, ചൂടാവുന്നതൊക്കെ കുറയും. ചില സമയത്ത് ചൂടാവുന്നത് കൊണ്ട് നമുക്ക് മെഷീനൊക്കെ കത്തിപ്പോകാനും പല അല്ലെ എനർജി ഒക്കെ ലോസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മളുടെ എന്ത് ചെയ്യും, മെഷീൻ്റെ ഒക്കെ ഈ പ്രൊഡക്ഷൻ ഓഫ് ഹീറ്റ് ഒക്കെ നമുക്ക് കുറയ്ക്കാൻ പറ്റും. അതുപോലെ എന്താ പറയുന്നത്, വിയർ ആൻഡ് ടിയർ അല്ലെ, എന്തിന്റെ മെഷീന്റെ ഓരോ പാർട്സിന്റെ വിയർ ആൻഡ് ടിയർ ഒക്കെ കുറയ്ക്കാൻ നമുക്ക് ഏതിനോട് പറ്റും എന്നാ പറയുന്നത്, റോളിംഗ് ഫ്രിക്ഷൻ കൊണ്ട്. അപ്പൊ റോളിംഗ് എന്ന് പറഞ്ഞ സംഭവം കൊണ്ട് നമുക്ക് റോൾ ചെയ്യാന്ന് പറയുമ്പോൾ എന്താണെന്നറിയില്ലേ, മെഷീൻസിന്റെ പാർട്സ് ഒക്കെ നമ്മൾക്ക് റോൾ ചെയ്തിട്ട് വർക്ക് ചെയ്യുന്ന കേസ് ആണ് എന്തിനേക്കാളും നല്ലത്, സ്ലൈഡിങ്ങിനേക്കാളും നല്ലത്. ഓക്കെ, അപ്പൊ നമുക്ക് അവിടെ ഫ്രിക്ഷൻസ് തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അടുത്ത പോയിന്റ് എന്താണ്, ഫോർ ഇൻസ്റ്റൻസ് എ ബോൾ ബിയറിംഗ്സ് ആർ യൂസ്ഡ് ഇൻ ഫാൻസ് ആൻഡ് ബൈസിക്കിൾസ് ടു റെഡ്യൂസ് ഫ്രിക്ഷൻ. കണ്ടിട്ടുണ്ടോ, ഫാൻസിലും ബൈസിക്കിൾസിലും ഒക്കെ നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്, ബോൾ ബിയറിംഗ്സ് എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ആർ യൂസ്ഡ് ഇൻ ദ ഫാൻസ് ആൻഡ് ബൈസിക്കിൾ. ഫാനിൽ നമ്മളുടെ യൂസ് ചെയ്യുന്ന ഫാൻ ഇല്ല, അതേപോലെ ബൈസിക്കിളിന്റെ സൈസ് കണ്ടിട്ടുണ്ടോ നിങ്ങൾ ബൈസിക്കിൾസിൽ? ഓക്കെ, നോക്കിയേ ഫിഗർ നോക്കിയേ, ഇതാണ് ബോൾ ബിയറിംഗ് എന്ന് പറഞ്ഞ സംഭവം. ഇവിടെ ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്ന, ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്ന രണ്ട് സിലിണ്ടറിക്കൽ ഷേപ്പ് ഉണ്ടാവും, രണ്ട് സിലിണ്ടർ ടേണിംഗ് സിലിണ്ടേഴ്സ്. ഇതിനിടയിൽ നമ്മൾ ബോൾസ് കൊടുക്കും. ഓക്കെ, ഇതിനാണ് നമ്മൾ പറയുന്നത്. നിങ്ങൾ ശരിക്കും ബൈസിക്കിളിൽ നമുക്ക് ശരിക്കും കാണാൻ പറ്റും, നമ്മുടെ സൈക്കിൾസിലൊക്കെ കാണാൻ പറ്റും. ഇത് നമ്മൾ പറയുന്ന പേരെന്താണ്, ബോൾ ബിയറിംഗ്സ്. ഓക്കെ, ബോൾ ബിയറിംഗ്സ്, ഇതിനാണ് പറയുന്നത് ബോൾ ബിയറിംഗ്സ്. ഓക്കെ, അപ്പൊ നമ്മൾ ബോൾ ബിയറിംഗ്സ് കൊടുക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ട്, മൂവ്മെന്റ് എളുപ്പാക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ നമ്മൾ എന്തായിരുന്നു പഠിച്ചത്, റെഡ്യൂസിങ് ഫ്രിക്ഷൻസ് പഠിച്ചു അല്ലെ. അതിന് മുന്നേ നമ്മൾ എന്ത് പഠിച്ചു, ഇൻക്രീസിങ് ഫ്രിക്ഷൻസ് പഠിച്ചു. ഫ്രിക്ഷൻ എങ്ങനെ നമുക്ക് ഇൻക്രീസ് ചെയ്യാന്ന് പഠിച്ചു. സെക്കൻഡ് ആയിട്ട് നമ്മൾ ഫ്രിക്ഷൻ എങ്ങനെ നമുക്ക് റെഡ്യൂസ് ചെയ്യാന്ന് പഠിച്ചു. ഓക്കെ, അപ്പൊ റെഡ്യൂസിങ് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞു. അതിൽ നമ്മൾ എന്തൊക്കെയായിരുന്നു പോയിന്റ് പഠിച്ചത്, എന്തൊക്കെ പോയിന്റ് ആയിരുന്നു പഠിച്ചത്? ഓക്കെ, റെഡ്യൂസിങ് ഫ്രിക്ഷനിൽ നമ്മൾ ലൂബ്രിക്കൻസ് വെച്ചിട്ട് റെഡ്യൂസ് ചെയ്യുന്ന പഠിച്ചു. അങ്ങനെ നമ്മളുടെ ഓയിൽ ഗ്രീസ് ഒക്കെ പഠിച്ചു. അത് കഴിഞ്ഞിട്ട് ശേഷം നമ്മൾ ലൂബ്രിക്കൻസ് എന്താന്ന് പഠിച്ചു അല്ലേ. ലൂബ്രിക്കൻസ് എങ്ങനെയാണ്, നമ്മൾ ലൂബ്രിക്കൻസ് ആണ് ഓയിൽ ഗ്രീസ്, ഏത് സബ്സ്റ്റൻസ് ആണോ ഫ്രിക്ഷൻ റെഡ്യൂസ് ചെയ്യാൻ യൂസ് ചെയ്യുന്നു ആ സബ്സ്റ്റൻസിന് പറയുന്ന പേരാണ് ലൂബ്രിക്കൻസ് എന്ന് പഠിച്ചു അല്ലേ. അപ്പൊ നമുക്ക് അവിടെ വേറൊരു കാര്യം മനസ്സിലായി, നമുക്ക് ഒരിക്കലും ഫ്രിക്ഷനെ 0 എന്നുള്ള രീതിയിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ല, ഫ്രിക്ഷന് തീരെ ഇല്ലാതാക്കാൻ പറ്റില്ല. എങ്ങനെയായാലും കുറച്ച് ഫ്രിക്ഷൻ അവിടെ ഉണ്ടാവും. പിന്നെ മാം ഒരു എക്സാമ്പിൾ ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞു, വാട്ട് ഈസ് ദ സോൾ ഓഫ് യുവർ ഷൂസ് ഗ്രൂഡ് പറഞ്ഞു അല്ലേ. അത് ഫസ്റ്റ് പാർട്ടിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ എങ്ങനെ എഴുതണം എന്നാണ് പറഞ്ഞത്. ഓക്കെ, പിന്നെ എന്താണ്, ബനാന പീലിന്റെ മുകളിൽ സ്റ്റെപ്പ് ചെയ്താൽ എങ്ങനെയാണ് ആക്സിഡന്റലി അത് സ്ലിപ്പ് ആവുന്നതെന്ന് പറഞ്ഞു അല്ലേ. അടുത്തത് എന്തായിരുന്നു, പിന്നെ എങ്ങനെയാണ് വീൽസ് എന്തായിരുന്നു ഫ്രിക്ഷൻ എങ്ങനെ കുറയ്ക്കുന്നത് അല്ലെ. വീൽസിൽ നമ്മൾ ഉണ്ടാവുന്ന ഫ്രിക്ഷൻ എന്തായിരുന്നു, ഏത് ഫ്രിക്ഷൻ ആയിരുന്നു, വീൽസിൽ ഉണ്ടാകുന്ന ഫ്രിക്ഷൻ ഏതായിരുന്നു, റോളിംഗ് ഫ്രിക്ഷൻ ആണ്. അപ്പൊ റോളിംഗ് ഫ്രിക്ഷൻ എങ്ങനെയാണ് നമുക്ക് വീൽസിൽ ഉണ്ടാകുന്ന ഫ്രിക്ഷൻ എങ്ങനെയാണ് കുറയുന്നത് അല്ലെ. അപ്പൊ നമ്മൾ അതൊക്കെ പഠിച്ചു. എങ്ങനെയായിരുന്നു, വീൽസ് സർക്കുലേറ്റിംഗ്, വീൽസ് എന്ന് പറഞ്ഞ ഒരു സർക്കുലേറ്റിംഗ് ഒബ്ജക്റ്റ് ആണ്, ഇങ്ങനെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് പോവാണ് ചെയ്യാന്ന് അല്ലെ. ഓക്കെ, ബോൾ ബിയറിംഗ്സ് പഠിച്ചു. ഓക്കെ അല്ലേ, ഈ പാർട്ട് ഓക്കെ അല്ലേ. ഓക്കെ, നമ്മൾ അടുത്ത പാർട്ട് നമ്മൾ NCERT ലാസ്റ്റ് പൊസിഷൻ ആയിട്ടുള്ളതാണ്. എന്തായിരുന്നു, ഫ്ലൂയിഡ് ഫ്രിക്ഷൻ അല്ലെ. ഫ്രിക്ഷന്റെ ലാസ്റ്റ് ആയിട്ട് നമ്മൾ പറയുന്നുണ്ട് ഫ്ലൂയിഡ് ഫ്രിക്ഷൻ എന്താണ്. ഇതെന്താണ് ഈ ഫ്ലൂയിഡ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്, ഒരു ടൈപ്പ് ആണ് അല്ലെ. ഫ്രിക്ഷന്റെ ടൈപ്പ് പഠിച്ച സ്റ്റാറ്റിക്, സ്ലൈഡിങ്, നമ്മൾ പഠിച്ചിരുന്നു റോളിംഗ്, പിന്നെ നമ്മൾ പഠിക്കുന്നത് ഫ്ലൂയിഡ്. എന്തായിരുന്നു ഫ്ലൂയിഡ് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ, ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, ഗ്യാസ് ഓർ ലിക്വിഡ് അല്ലെ. നമ്മൾ ഫ്ലോ ചെയ്യുന്ന സബ്സ്റ്റൻസിന് പറയുന്ന പേരായിരുന്നു എന്താ, ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ലിക്വിഡിലാണ് നമ്മൾ പറയുന്നത് വെച്ചാൽ നമ്മൾ എന്തോ ഒരു ഫ്രിക്ഷൻ പഠിച്ചല്ലോ, വിസ്കസ് അല്ലെ. വാട്ടറിൽ എക്സേർട്ട് ചെയ്യുന്ന ഫ്രിക്ഷന് പറയുന്ന പേരാണ്, ഫോഴ്സിന് പറയുന്ന പേരാണ് വിസ്കസ് ഫ്രിക്ഷൻ. ഓർ ഇൻ എയർ ആവുമ്പോൾ എയർ ഫ്രിക്ഷൻ. ഓക്കെ, നമുക്ക് അതിലേക്ക് പോവാം. എയർ, വാട്ടർ ആൻഡ് അതർ ലിക്വിഡ്സ് കളക്റ്റീവ്ലി ആർ കോൾഡ് ഫ്ലൂയിഡ്സ്. എന്താ പറയുന്നത്, എയർ, വാട്ടർ അല്ലെങ്കിൽ ഏതെങ്കിലും ലിക്വിഡ്സ്, അതിന് പറയുന്ന പേരാണ് എന്ത്, ഫ്ലൂയിഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, എയർ, വാട്ടർ ആൻഡ് അതർ ലിക്വിഡ്സ് കളക്റ്റീവ്ലി ആർ കോൾഡ് ഫ്ലൂയിഡ്സ്. ഓക്കെ, they also exert a frictional force on the object that travels through them. Such friction is called fluid friction or drag. എന്താണ് പറയുന്നത്, ഓക്കെ, ഈ ഫ്രിക്ഷൻ എന്താണ്, ഇത് ഒരു ഒബ്ജക്റ്റ് നമ്മളുടെ ഈ ഒരു ഇതിലെ കൂടെ വാട്ടറോ എയറോ അല്ലെങ്കിൽ ലിക്വിഡ് ഏതെങ്കിലും ലിക്വിഡിലൂടെ പോകുമ്പോൾ ആ സബ്സ്റ്റൻസ് നമ്മൾ എയറിലൂടെ പോകുമ്പോൾ എയർ, നമ്മൾ നേരത്തെ പറഞ്ഞത് എയർ എന്ത് ചെയ്യും ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യും. ആ ഫോഴ്സിനെ പറയുന്ന പേരാണ്
എന്താണ് ഫ്ലൂയിഡ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത് അല്ലേ. they also exert a frictional force on the object that travels through them. അതെ, ഏതിലൂടെയാണോ പോകുന്നത് അപ്പൊ അവിടെ എന്ത് ചെയ്യും, എന്ത് എക്സേർട്ട് ചെയ്യുന്ന പറയുന്നത്, ഒരു ഫ്രിക്ഷൻ എക്സേർട്ട് ചെയ്യും എന്ന് പറയുന്ന പേരാണ് എന്ത്, എന്തായിരുന്നു, ഫ്ലൂയിഡ് ഫ്രിക്ഷൻ ഓർ ഡ്രാഗ്. എന്താണ് പറയുന്നത്, ഡ്രാഗ്. നമ്മൾ കേൾക്കാത്തൊരു വേർഡാണ് അല്ലെ, ഡ്രാഗ് എന്നാണ് പറയുന്നത്, DRAG. ഓക്കെ, DRAG, ഡ്രാഗ് എന്ന് പറയുന്നതിനാണോ നമ്മളെ ഫ്ലൂയിഡ് ഫ്രിക്ഷന്റെ വേറൊരു നെയിമാണ് ഡ്രാഗ്. ഓക്കെ, ഒന്ന് വായിച്ചു നോക്കിയേ, ഫസ്റ്റ് പോയിന്റ് വായിച്ചു നോക്കിയേ. ഫസ്റ്റ് എന്താണ് ഫ്ലൂയിഡ് എന്ന് പറയുന്നത്, എന്തായിരുന്നു, എയർ, വാട്ടർ ആൻഡ് അതർ ലിക്വിഡ്സ് കളക്റ്റീവ്ലി ആർ കോൾഡ് ഫ്ലൂയിഡ്സ്. പിന്നെ എന്താണ്, ദേ ഓൾസോ എക്സേർട്ട് എ ഫ്രിക്ഷണൽ ഫോഴ്സ് ഓൺ ദ ഒബ്ജക്ട് ദാറ്റ് ട്രാവൽസ് ത്രൂ ദം. അതിലൂടെ പോകുമ്പോൾ അത് എന്ത് ചെയ്യും, എന്ത് എക്സേർട്ട് ചെയ്യും, ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ് എക്സേർട്ട് ചെയ്യും. ആ ഫ്രിക്ഷണൽ ഫോഴ്സ് പറഞ്ഞ പേരെന്തായിരുന്നു, ഫ്ലൂയിഡ് ഫ്രിക്ഷൻ ഓർ ഡ്രാഗ് അല്ലേ. അതില്ലെങ്കിൽ അതിനെന്ത് പറയുന്ന പേരെന്താണ് മക്കളെ, ഡ്രാഗ്. ഓക്കെ, ഓക്കെ നോക്കിയേ, ഒരാൾ സ്വിം ചെയ്യുന്ന ഒരു ഫിഗർ ആണ് കണ്ടത്. ഓക്കെ, ഒരാൾ സ്വിം ചെയ്യുന്നുണ്ട്. ആ സ്വിം ചെയ്യുമ്പോൾ അയാളെ മൂവ്മെന്റ് ശരിക്കും എങ്ങോട്ടാണ് പോകുന്നത്, ഇങ്ങോട്ടാണ് പോകുന്നത്. അയാൾ ഇങ്ങോട്ടാണ് സ്വിം ചെയ്യാൻ നോക്കുന്നത്. പക്ഷേ കണ്ടോ, ഇവിടെ കാണുന്നുണ്ടോ നിങ്ങൾ, ഏരോ മാർക്ക് കാണുന്നുണ്ടോ, ഇങ്ങനെ ഏരോ മാർക്ക്, ഇങ്ങനെ ഫ്രിക്ഷൻസ് വരുന്നുണ്ട് തിരിച്ച്. മൂവ് ചെയ്യുന്ന സൈഡിൽ നിന്ന് തിരിച്ച് നമ്മളുടെ വാട്ടർ ഒരു ഫ്രിക്ഷൻ എക്സേർട്ട് ചെയ്യുന്നുണ്ട് തിരിച്ച്. അതിനെ പറയുന്ന പേരാണ് എന്താണ് മക്കളെ, ഫ്ലൂയിഡ് ഫ്രിക്ഷൻ. ഓക്കെ, ഫ്ലൂയിഡ് ഫ്രിക്ഷൻ എന്താന്ന് മനസ്സിലായോ, നമ്മളുടെ മൂവ്മെന്റ് നമ്മളിപ്പോ വാട്ടറിലൂടെ അല്ലേ സ്വിം ചെയ്യാം. അപ്പൊ സ്വിം ചെയ്യുമ്പോൾ തിരിച്ച് എന്ത് ചെയ്യണം, ഒരു ഫ്രിക്ഷൻ ആര് കൊടുക്കുന്നുണ്ട്, വാട്ടർ കൊടുക്കുന്നുണ്ട്, വെള്ളം തിരിച്ചൊരു ഫ്രിക്ഷൻ എക്സേർട്ട് ചെയ്യുന്നുണ്ട്. അതിന് പറയുന്ന പേരാണ് ഫ്ലൂയിഡ് ഫ്രിക്ഷൻ. ഫിഗർ കണ്ടപ്പോൾ മനസ്സിലായോ, ഒരാൾ ജസ്റ്റ് സ്വിം ചെയ്യാണ്, അയാൾ ഇങ്ങോട്ടാണ് സ്വിം ചെയ്യുന്നത് വെച്ചാൽ തിരിച്ച് എന്ത് ഫ്രിക്ഷൻ ഉണ്ടാവും, ഒരു ഫ്ലൂയിഡ് ഫ്രിക്ഷൻ ഉണ്ടാവും. The amount of frictional force by a liquid on an object depends upon the following. Okay, അപ്പൊ ഈ ഫ്രിക്ഷണൽ ഫോഴ്സ് നമ്മൾ പറഞ്ഞു, ഫ്ലൂയിഡ് എന്താണ്, ഫ്രിക്ഷണൽ ഫോഴ്സ് തിരിച്ചൊരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നു പറഞ്ഞു അല്ലെ. നമ്മളെ മൂവ്മെന്റ്, നമ്മൾ ശരിക്കും മൂവ് ചെയ്യുമ്പോൾ, നമ്മളിപ്പോൾ സ്വിം ചെയ്യുമ്പോൾ ഏത് ഫോഴ്സ് അവിടെ യൂസ് ചെയ്യുന്നത്, ഫോഴ്സ് ആൻഡ് പ്രഷർ എന്ന് പറഞ്ഞ ചാപ്റ്റർ നമ്മൾ പഠിച്ചിട്ട് ഏത് ഫോഴ്സ്, മസ്കുലാർ ഫോഴ്സ് അല്ലെ. അപ്പൊ മസ്കുലാർ ഫോഴ്സ് ഉപയോഗിച്ചിട്ട് നമ്മൾ അവിടെ സ്വിം ചെയ്യാണ്. അപ്പൊ നമ്മളുടെ മൂവ്മെന്റിനെ തിരിച്ചൊരു ഫോഴ്സ് അവിടെ നിന്ന് കൊടുത്തരും, ആര്, ലിക്വിഡ് തരും, അത് വാട്ടർ തരും. അതിന് പറയുന്ന പേരാണ് നമ്മളുടെ എന്താണ്, ഫ്ലൂയിഡ് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പം ഈ ഫ്രിക്ഷൻ, ഈ എമൗണ്ട് ഓഫ് ഫ്രിക്ഷണൽ ഫോഴ്സ് നമ്മളുടെ കുറച്ച് കാര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. എന്താണ്, ദ എമൗണ്ട് ഓഫ് ഫ്രിക്ഷണൽ ഫോഴ്സ് ബൈ എ ഫ്ലൂയിഡ് ഓൺ ആൻ ഒബ്ജക്ട് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ഫോളോയിങ്. The speed of an object. ഫസ്റ്റ് വൺ എന്താണ്, ഒബ്ജക്റ്റിന്റെ സ്പീഡ് വിത്ത് റെസ്പെക്ട് ടു ദ ഫ്ലൂയിഡ്. അപ്പൊ നമ്മൾ പറയുന്ന ഏത് ഒബ്ജക്റ്റ് ആണോ നമ്മൾ പോകുന്നത്, അപ്പൊ നമ്മൾ ഒരാൾ സ്വിം ചെയ്യാണ്, അയാളുടെ സ്പീഡ് ഡിപ്പെൻഡബിൾ ആണെന്ന് പറയുന്നത്. ആ സ്പീഡിനനുസരിച്ചിട്ടേക്കും എന്ത്, ഫ്രിക്ഷണൽ ഫോഴ്സ് ഇങ്ങോട്ട് ആക്ട് ചെയ്യാം. ഓക്കെ, ഫ്ലൂയിഡ് ഫ്രിക്ഷൻ ആക്ട് ചെയ്യാം. അപ്പൊ നമ്മളുടെ ഫസ്റ്റ് വൺ എന്താണ്, സ്പീഡ് ഓഫ് എൻ ഒബ്ജക്റ്റ്, ഒബ്ജക്റ്റിന്റെ സ്പീഡ് ഫസ്റ്റ് വൺ. ഓക്കെ, സെക്കൻഡ് വൺ എന്താ, നാച്ചർ ഓഫ് ദ ഫ്ലൂയിഡ്, ഫ്ലൂയിഡിന്റെ നാച്ചർ. എന്താണ് ഫ്ലൂയിഡിന്റെ നാച്ചർ. നമ്മൾ ഏത് ഫ്ലൂയിഡിലൂടെയാണോ പോകുന്നത് അതിന്റെ നാച്ചർ നമുക്കറിയാം. കുറെ പല ഫ്ലൂയിഡ്സ് ഉണ്ടല്ലേ, വാട്ടർ, ഓയിൽ, ഇതൊക്കെ ഫ്ലൂയിഡാണ് അല്ലെ, ഓയിൽ ഫ്ലൂയിഡാണ് അല്ലേ. അപ്പൊ അതിന്റെ നാച്ചർ അനുസരിച്ചിട്ട് വിസ്കോസിറ്റി, വിസ്കോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, റെസിസ്റ്റൻസ് ടു ഫ്ലോ എന്ന് പറഞ്ഞിട്ട് ഒരു പ്രോപ്പർട്ടിയാണ് വിസ്കോസിറ്റി. എന്തിന്റെ, ലിക്വിഡിന്റെ ഒരു പ്രോപ്പർട്ടിയാണ് വിസ്കോസിറ്റി എന്ന് പറഞ്ഞത്, നിങ്ങൾക്ക് പഠിക്കാനുണ്ടാവും. അപ്പം എന്താണ്, അതെന്തിനാണ്, ഫ്ലോനെ റെസിസ്റ്റ് ചെയ്യുന്നതിന് പറയുന്നതാണ് വിസ്കോസിറ്റി എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ എന്താണ്, നാച്ചർ ഓഫ് ദ ഫ്ലൂയിഡ്, ഫ്ലൂയിഡിന്റെ നാച്ചർ എന്താണ്, ഫ്ലൂയിഡിന്റെ നാച്ചർ എന്ത് ടൈപ്പ് ഫ്ലൂയിഡ് ആണ്, എന്താണ് അതിന്റെ വിസ്കോസിറ്റി. വിസ്കോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, അവിടെ ചിലതിൽ ഫ്ലോ, ഇപ്പം നമ്മളുടെ വാട്ടറിന്റെ വിസ്കോസിറ്റി കുറവായിരിക്കും. എന്തിനെ കമ്പാരിറ്റീവ്ലി, ഓയിലൊക്കെ ഫ്ലോ ചെയ്യുന്ന കണ്ടിട്ടുണ്ട്, ഓയിലൊക്കെ ഫ്ലോ ചെയ്യാൻ കുറച്ച് പണിയല്ലേ. അതേപോലെ ഹണി, അതൊക്കെ ഒരു ഫ്ലൂയിഡാണ്. ഹണിയൊക്കെ ജസ്റ്റ് ഫ്ലോ ചെയ്യാൻ കുറച്ചൊരു ടൈം എടുക്കും അല്ലെ, അവിടെ വിസ്കോസിറ്റി കൂടുതലാണ്. ഹണി ഓർ ഓയിൽ, വാട്ടറിന്റെ വിസ്കോസിറ്റി കുറവാണ്. അപ്പൊ നമ്മൾ എന്താ സെക്കൻഡ് പോയിന്റ്, നാച്ചർ ഓഫ് ദ ഫ്ലൂയിഡ് എന്നാ പറയാം. ഫ്ലൂയിഡിന്റെ നാച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. എന്താണ് ഫ്ലൂയിഡിന്റെ നാച്ചർ? ഓക്കെ, ഒരു ടെൻഡൻസി ടു റെസിസ്റ്റ് ഫ്ലോ, അല്ലെങ്കിൽ എന്താണ്, ഫ്ലോ ചെയ്യാനുള്ള ടെൻഡൻസിറ്റി. ഓക്കെ, അതൊക്കെയാണ്. Okay, the nature of the fluid is viscosity or its tendency to resist the flow. Flow resist ചെയ്യാനുള്ള ടെൻഡൻസി. അപ്പൊ നമ്മളെ ഫസ്റ്റ് പോയിന്റ് ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്തായിരുന്നു, സ്പീഡ് ആയിരുന്നു. ആ ഏത് ഒബ്ജക്റ്റ് ആണോ മൂവ് ചെയ്യുന്നത് ആ ഒബ്ജക്റ്റിന്റെ സ്പീഡാണ് നമ്മളുടെ ഫസ്റ്റ് ഡിപ്പെൻഡ് ചെയ്യുന്ന സംഭവം. എന്താണ് ഇപ്പൊ മാം പറയുന്നത്, ഫ്ലൂയിഡ്
ഫ്രിക്ഷനെ ഡിപ്പെൻഡ് ചെയ്യുന്ന സംഭവങ്ങളുണ്ട്. ഫ്ലൂയിഡ് ഫ്രിക്ഷൻ ഉണ്ടാവുമെന്ന് പറഞ്ഞു. ഫ്ലൂയിഡിലൂടെ ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യുകയാണെങ്കിൽ ഫ്ലൂയിഡ് നമ്മൾ എന്ത് ചെയ്യും, തിരിച്ചൊരു എക്സേർട്ട് ചെയ്യും, ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യും. ആ ഫോഴ്സിനെ പറയുന്ന പേരാണ് ഫ്ലൂയിഡ് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞു. ആ ഫ്ലൂയിഡ് ഫ്രിക്ഷൻ പല കാര്യങ്ങളും ഡിപ്പെൻഡ് ചെയ്യുന്നു. ചിലപ്പോൾ കൂടാനും ചിലപ്പോൾ കുറയാനും ചാൻസ് ഉണ്ടാവുമല്ലോ. അതാണ് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, എന്തിനാണ് ഫസ്റ്റ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? സ്പീഡ് ഓഫ് എൻ ഒബ്ജക്റ്റ്. നമ്മൾ പോകുന്ന സ്പീഡിനെ ഡിപ്പെൻഡ് ചെയ്യും. ഓക്കെ, നമ്മളിപ്പോൾ സ്പീഡിൽ ഒരാൾ സ്വിം ചെയ്ത് പോവുകയാണെങ്കിൽ എന്തായിരിക്കും, സ്പീഡ് പോകുമ്പോൾ ഫ്രിക്ഷൻ കുറച്ച് കൂടുതലായിരിക്കും, മെല്ലെ പോകുമ്പോൾ ഫ്രിക്ഷൻ കുറച്ച് അങ്ങനെ. ഓക്കെ, സ്പീഡിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. അടുത്ത എന്തായിരുന്നു? നാച്ചർ ഓഫ് ദ ഫ്ലൂയിഡ്. ഫ്ലൂയിഡിന്റെ നാച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. എന്താണ് ഫ്ലൂയിഡിന്റെ വിസ്കോസിറ്റി ഓർ ഇറ്റ്സ് ടെൻഡൻസി ടു റെസിസ്റ്റ് ദ ഫ്ലോ. അടുത്ത എന്താ, മൂന്നാമത്തെ എന്താ ഡിപ്പെൻഡ് ചെയ്യുന്നത് വെച്ചാൽ ഷേപ്പ്, ഒബ്ജക്റ്റിന്റെ ഷേപ്പ്. ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഷേപ്പ്, ഒബ്ജക്റ്റ്, ഈ മൂവ് ചെയ്യുന്ന ഒബ്ജക്റ്റിന്റെ ഷേപ്പിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. എന്ത് ഷേപ്പിലാണ് ഈ ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നത്? ഓക്കെ, അപ്പൊ നമുക്ക് അതിലേക്കൊക്കെ വരാം. ഓക്കെ, നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. അടുത്ത എന്താണ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ്, സ്പീഡ് ഓഫ് ദ ഒബ്ജക്ട് വിത്ത് റെസ്പെക്ട് ടു ഫ്ലൂയിഡ്. എന്ത് ഒബ്ജക്റ്റിന്, ഏതാ സബ്ജക്റ്റ്? ഇപ്പൊ നമ്മൾ സ്വിം ചെയ്യാണ്, നമ്മളാണ് വാട്ടറിൽ സ്വിം ചെയ്യുന്നത് വെച്ചാൽ നമ്മളാണ് ഒബ്ജക്റ്റ്. ഓക്കെ, അല്ലെങ്കിൽ ഒരു ഡെക്ക് ഓർ എനിത്തിങ്, എന്താണോ സ്വിം ചെയ്യുന്നത് അതായിരിക്കും അവിടുത്തെ ഒബ്ജക്റ്റ്. അപ്പം ദ സ്പീഡ് ഓഫ് ദ ഒബ്ജക്ട് വിത്ത് റെസ്പെക്ട് ടു, ദ മോർ ദ സ്പീഡ് ഓഫ് ദ ഒബ്ജക്റ്റിന്റെ സ്പീഡ് ഭയങ്കര കൂടുതലാണെങ്കിൽ എന്താണ് അവിടെ ഫ്രിക്ഷൻ കൂടുതലായിരിക്കും. അല്ലെ, ഒബ്ജക്റ്റ് ഭയങ്കര സ്പീഡിലാണ് മൂവ് ചെയ്യുന്നത് വെച്ചാൽ തിരിച്ചു വരുന്ന ഫ്ലൂയിഡ് ഫ്രിക്ഷനും അതേ അളവിൽ കൂടുതലായിരിക്കും. ഇഫ് ഓൾട്ടർനേറ്റ് ലെസ് ദ സ്പീഡ് ഓഫ് ദ ഒബ്ജക്ട് ലെസ് ദ ഫ്രിക്ഷൻ. ഓക്കെ, അപ്പൊ ഫ്രിക്ഷന്റെ വെൻ സ്പീഡ് നമ്മൾ കുറഞ്ഞാൽ, സ്പീഡ് ചെറിയ സ്പീഡിലാണ് മൂവ് ചെയ്യുന്നത് വെച്ചാൽ അവിടെ ഫ്രിക്ഷനും കുറവായിരിക്കും. ഓക്കെ, മനസ്സിലായോ? ഫ്രിക്ഷൻ ഒന്ന് വായിച്ചു നോക്കി. സ്പീഡ് ഓഫ് ദ ഒബ്ജക്ട് വിത്ത് റെസ്പെക്ട് ടു ഫ്ലൂയിഡ്, ദ മോർ ദ സ്പീഡ് ഓഫ് ദ ഒബ്ജക്ട് ദ മോർ ദ ഫ്രിക്ഷൻ. എന്താണ്, ഒബ്ജക്റ്റിന്റെ സ്പീഡ് കൂടുതലാണെങ്കിൽ ഫ്രിക്ഷനും കൂടുതലായിരിക്കും. ഓൾട്ടർനേറ്റ്, the less the speed of the object the less the friction. ഓക്കെ, അപ്പൊ അടുത്ത നോക്കിയേ. അടുത്തത് എന്താണ്? നാച്ചർ ഓഫ് ദ ഫ്ലൂയിഡ്. ഫ്ലൂയിഡിന്റെ നാച്ചർ അല്ലെ എന്താണ്? ദ മോർ ദ പാർട്ടിക്കിൾസ് ആർ ക്ലോസർ മോർ ഈസ് ദ ഡെൻസിറ്റി. അല്ലെ, പാർട്ടിക്കിൾസ് ഭയങ്കര ക്ലോസർ ആണെങ്കിൽ നമ്മൾ എന്താ പറയാ, ഡെൻസിറ്റി കൂടുതലായിരിക്കും. നമുക്കറിയാം ഫ്ലൂയിഡ്സിൽ കുറെ പാർട്ടിക്കിൾസ് കുറെ പാർട്ടിക്കിൾസ് ഉണ്ടല്ലേ, നമ്മൾ കാണുന്ന കുറെ പാർട്ടിക്കിൾസ് കൂടിയിട്ടാണ് ഫ്ലൂയിഡ് എന്ന് പറയുന്നത് അല്ലെ. ലിക്വിഡ്സിലൊക്കെ ഉണ്ട് നമ്മൾ മോളിക്യൂൾസ്, പാർട്ടിക്കിൾസ് ഉണ്ട്. ഈ പാർട്ടിക്കിൾസ് ഭയങ്കരമായിട്ട് അടുത്ത് നല്ല ക്ലോസർ ആണെങ്കിൽ എന്താണ്, ഡെൻസിറ്റി ഭയങ്കര കൂടുതലായിരിക്കും എന്നാ പറയുന്നത്. എന്താണ്, അപ്പൊ അവിടെ എന്തായിരിക്കും, ഫ്രിക്ഷൻ ഭയങ്കര കൂടുതലായിരിക്കും. ഫ്രിക്ഷൻ എന്തായിരിക്കും, കൂടുതലായിരിക്കും. ആസ് വി നോ ദാറ്റ് ഓയിൽ ഈസ് ലൈറ്റർ ദാൻ വാട്ടർ. നമുക്കറിയാം ഓയിൽ എന്ന് പറയുന്നത്, നമുക്കറിയാം വെള്ളത്തിലിട്ടാൽ ഓയിൽ പൊങ്ങി കിടക്കുന്നത് കണ്ടിട്ടില്ല. നമ്മൾ വെള്ളത്തിലേക്ക് ഓയിൽ ജസ്റ്റ് ഒന്ന് പോർ ചെയ്ത് നോക്കി, അപ്പൊ നമുക്ക് കാണാം ഓയിൽ പൊങ്ങി കിടക്കുക. മീൻ അത് ഓയിൽ ഈസ് ലൈറ്റർ ദാൻ വാട്ടർ വെൻ വി മിക്സ് ബോത്ത് ഓഫ് ദം ഇൻ എ കണ്ടെയ്നർ. ദ ഓയിൽ ഫ്ലോട്ട്സ് ഓൺ ദ ടോപ്പ് ഡ്യൂ ടു ലോ ഡെൻസിറ്റി. ഓക്കെ, ഓയിൽ എന്ത് ചെയ്യും, ഓയിലിന്റെ ഡെൻസിറ്റി ഭയങ്കര കുറവായതുകൊണ്ട് ഓയിൽ ഫ്ലോട്ട് ചെയ്യും. ഓയിൽ മുകളിലേക്ക് ഫ്ലോട്ട് ചെയ്യും. ഓക്കെ, അപ്പം വാട്ടറിന് ഡെൻസിറ്റി കൂടുതലാണ്, എന്ത് ചെയ്യും, വാട്ടർ സിങ്ക് ചെയ്യും. താഴത്ത് വാട്ടർ, മുകളിൽ ഓയിൽ അല്ലെ. നമ്മൾ ഗ്ലാസ്സിൽ നോക്കി കുറച്ച് വാട്ടർ എടുക്കുക, അതിൽ ജസ്റ്റ് ഓയിൽ പോർ ചെയ്ത് നോക്കി, അപ്പൊ നമുക്ക് കാണാം വാട്ടറൊക്കെ താഴെ നിന്ന് മുകളിൽ ഇങ്ങനെ ഓയിൽ നിൽക്കുക. എന്തുകൊണ്ടായിരിക്കും? ഓയിലിന്റെ ഡെൻസിറ്റി എന്തായിരിക്കും, കുറവായിരിക്കും അല്ലെ. ഡെൻസിറ്റി കുറവായിരിക്കും, വാട്ടറിന്റെ ഡെൻസിറ്റി കൂടുതലായിരിക്കും. ഓക്കെ, what is at the bottom of the bundle as it has a high density. അപ്പൊ എന്താണ് നമ്മളെ ഫ്ലൂയിഡിന്റെ നാച്ചർ അനുസരിച്ചോ എന്താണ് പറഞ്ഞത്, നമ്മളുടെ ഡെൻസിറ്റി കൂടുതലുള്ള ഫ്ലൂയിഡ് ആണെങ്കിൽ അവിടെ ഫ്രിക്ഷൻ കൂടുതലായിരിക്കും. ഓക്കെ, ഡെൻസിറ്റി കുറവുള്ള ഫ്ലൂയിഡ് ആണെങ്കിൽ ഫ്രിക്ഷൻ കുറവായിരിക്കും. ഓക്കെ, അടുത്തതാണ് ഷേപ്പ് ഓഫ് ഒബ്ജക്ട്. ഒബ്ജക്റ്റിന്റെ ഷേപ്പ് അനുസരിച്ചിട്ടൊന്ന് പറഞ്ഞു അല്ലെ. നമ്മൾ അടുത്ത് പറഞ്ഞതായിരുന്നു ഷേപ്പ് ഓഫ് ആൻ ഒബ്ജക്ട്. നോക്കി, എന്തൊക്കെ ഡിപ്പെൻഡ് ചെയ്യാനാണല്ലോ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്, ഫ്രിക്ഷണൽ ഫോഴ്സ് എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്ന പഠിക്കുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞു ഷേപ്പ് ആൻ ഒബ്ജക്റ്റിന്റെ ഷേപ്പ് എന്താണ് പറയുന്നത്, മോർ ഈസ് ദ സർഫസ് ഏരിയ ഓഫ് ആൻ ഒബ്ജക്ട് ദ മോർ ഈസ് ദ ഫ്രിക്ഷൻ. സർഫസ് ഏരിയ ഭയങ്കര കൂടുതലാണെങ്കിൽ ഫ്രിക്ഷൻ കൂടുതലായിരിക്കും. ഏരിയ കൂടുതലാണെങ്കിൽ, സർഫസ് ഏരിയ കൂടുതലാണെങ്കിൽ, ഏരിയ ഹൈ ആണെങ്കിൽ ഫ്രിക്ഷൻ ഓൾസോ ഹൈ. ഫ്രിക്ഷൻ അവിടെ എന്തായിരിക്കും, ഹൈ ആയിരിക്കും. ഓക്കെ, ഫ്രിക്ഷൻ ഓൾസോ അല്ലെ. ഫ്രിക്ഷൻ ഏരിയ കൂടുതലാണെങ്കിൽ ഫ്രിക്ഷൻ കൂടുതലായിരിക്കും എന്നാണ് പറഞ്ഞത്. എന്താണ് പറയുന്നത്, നമ്മളുടെ ഒരു കാര്യം ആലോചിക്കുക, നമ്മൾ ലിക്വിഡിൽ പോകുമ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ടോ, നമ്മളെ ബോട്ടിന്റെ ഒക്കെ സർഫസ് നമ്മൾ കണ്ടിട്ടുണ്ടോ, ബോട്ടിന്റെ ഷേപ്പ് ഒക്കെ കണ്ടിട്ടുണ്ടോ? ബോട്ട് ജസ്റ്റ് വരയ്ക്കുകയാണ്, ജസ്റ്റ് ബോട്ടൊക്കെ ആലോചിക്കുക, ബോട്ടിനൊക്കെ ഷേപ്പ് കണ്ടിട്ടുണ്ടോ? നമ്മളുടെ വെള്ളത്തിൽ പോകുമ്പോൾ ജസ്റ്റ് ഇങ്ങനെ സ്ട്രീം ലൈൻഡ് ബോഡി ആയിരിക്കും. ജസ്റ്റ് ഇവിടെ ഇങ്ങനെ കൂർത്തിട്ട്
ജസ്റ്റ് കൂർപ്പ് തുടങ്ങിയിട്ട് പിന്നെ വൈഡ് ആയിരിക്കും, പിന്നെ ബാക്കോട്ട് കൂർപ്പായിരിക്കും. അതെന്തുകൊണ്ടാ? അവിടെ സർഫസ് ഏരിയ കുറയ്ക്കാൻ വേണ്ടിയിട്ട്. സർഫസ് ഏരിയ കുറയ്ക്കുമ്പോൾ ഫ്രിക്ഷൻ എന്തായിരിക്കും? കുറവായിരിക്കും അല്ലെ. സർഫസ് ഏരിയ കൂടുമ്പോൾ ഫ്രിക്ഷൻ കൂടുതലായിരിക്കും എന്നാ പറഞ്ഞത് അല്ലെ. അത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. അപ്പൊ ഇവിടെ എന്താണ്? സർഫസ് ഏരിയ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളുടെ ഈ ബോട്ടിന്റെ ഒക്കെ ബോഡിന്റെ ഷേപ്പ് ഇങ്ങനെ സ്ട്രീം ലൈൻഡ് ആയിട്ട് വരുന്നത്. ഓക്കെ, പിന്നെ എന്താ കേസ് വരുന്നത്? എന്തൊക്കെയാണ്? അതുപോലെ നമ്മളുടെ ഫിഷ്. ഓക്കെ, നമുക്ക് ഫിഷിന്റെ കേസ് നോക്കിയേ. ഫിഷ് എന്താണ്? ഫിഷിന്റെ ഷേപ്പ് എന്താണ്? ഫിഷിന്റെ ഷേപ്പ് എങ്ങനെയാണ് അല്ലെ? ഫിഷിന്റെ ഷേപ്പാണ് അല്ലെ. ജസ്റ്റ് എന്താണ്? സ്ട്രീം ലൈൻ ബോഡിയാണ് അല്ലെ. ഇവിടെ ജസ്റ്റ് സർഫസ് ഏരിയ കുറവായിരിക്കും അല്ലെ, ഇങ്ങനെ കൂർത്തിട്ടായിരിക്കും ഫിഷ്. പിന്നെ ഇവിടെ വന്ന് പിന്നെ ഇവിടെ എങ്ങനെ ആയിരിക്കും? അതെന്തുകൊണ്ടാ? എന്തായിരിക്കും? സ്ട്രീം ലൈൻഡ് ആയിരിക്കും. സ്ട്രീം ലൈൻഡ് ബോഡി. ഓക്കെ, അപ്പം എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന പറഞ്ഞത്? ഷേപ്പ് എന്ന് വെച്ചാൽ സർഫസ് ഏരിയ കൂടുകയാണെങ്കിൽ അവിടെ ഫ്രിക്ഷൻ കൂടുതലായിരിക്കും. ഓക്കെ, അപ്പൊ വലിയൊരു ഒബ്ജക്റ്റ് ഡയറക്റ്റ് നമ്മൾ വാട്ടറിലേക്ക് എന്തിലൊക്കെ ഇടുന്നതിന് മൂവ്മെന്റ് ഭയങ്കര റെസ്ട്രിക്ഷൻ നടക്കും. അതുകൊണ്ടിട്ട് അവിടെ ഫ്രിക്ഷൻ ഭയങ്കര കൂടുതലായിരിക്കും. ഓക്കെ, നോക്കിയേ അടുത്ത. ഫ്ലൂയിഡ് ഫ്രിക്ഷൻ കംപ്രൈസസ്. Okay, the following steps can be to reduce fluid drag or fluid friction. Fluid friction or fluid drag or friction. Okay, രണ്ടും സെയിം ആണല്ലേ, നമ്മൾ പഠിച്ചു. അപ്പൊ അത് കുറയ്ക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പൊ ഞാൻ പറഞ്ഞു ഷേപ്പ് നമുക്ക് നോക്കാൻ പറ്റും അല്ലെ. ഷേപ്പ് എങ്ങനെ ചേഞ്ച് ചെയ്യാൻ പറ്റും? സ്ട്രീം ലൈൻഡ് ഷേപ്പ് ആക്കാൻ പറ്റും. എന്താ വായിച്ചു നോക്കിയേ. Object are given special shapes, that is they are made streamlined. എന്താണ് പറഞ്ഞത്? നേരത്തെ മാം പറഞ്ഞതാണ് streamlined ബോഡി ആക്കാം. ഓക്കെ, ഒബ്ജക്റ്റിന്റെ ബോഡിന്റെ ഷേപ്പ് സ്ട്രീം ലൈൻഡ് ആക്കാം. സ്ട്രീം ലൈൻഡ് ഷേപ്പ് ഈസ് എ ഷേപ്പ് വിച്ച് ഇസ് നാരോ ഫ്രം ആൻഡ് വൈഡർ ഫ്രം ദ മിഡിൽ. ഓക്കെ, നാരോ ഫ്രം ദ എൻഡിൽ നാരോയും വൈഡർ ഫ്രം ദ മിഡിലായിരിക്കും. മിഡിലിൽ കുറച്ച് വൈഡർ ആയിരിക്കും. അപ്പൊ നമുക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റും? ഫ്രിക്ഷൻ കുറയ്ക്കാൻ പറ്റും. ഫ്രിക്ഷൻ കുറച്ചാൽ എന്തായിരിക്കും? ഫ്ലൂയിഡിലൂടെയുള്ള മൂവ്മെന്റ് സ്മൂത്ത് ആയിരിക്കും അല്ലെ. ഫ്രിക്ഷൻ കുറയ്ക്കാന്ന് പറഞ്ഞാൽ എന്താണ്? മൂവ്മെന്റ് എളുപ്പാക്കുക. ഓക്കെ, അപ്പൊ എന്താ പറഞ്ഞത്? ദ ഫോളോയിങ് സ്റ്റെപ്സ് ക്യാൻ ബി ടേക്കൻ. ഫ്രിക്ഷൻ റെഡ്യൂസ് ചെയ്യാനുള്ള സ്റ്റെപ്സ് ആണ് ചോദിച്ചത്. എന്താണ്? ദ ഒബ്ജക്ട്സ് ആർ ഗിവൺ സ്പെഷ്യൽ ഷേപ്സ് ആൻഡ് ദാറ്റ് ഈസ് ദേ ആർ മെയ്ഡ് സ്ട്രീം ലൈൻ. സ്ട്രീം ലൈൻ ഷേപ്പ് ഈസ് ദ ഷേപ്പ് വിച്ച് ഈസ് നാരോ ഫ്രം ആൻഡ് വൈഡർ ഫ്രം. എന്താണ് സ്ട്രീം ലൈൻ ഷേപ്പ് എന്ന് പറഞ്ഞാൽ? നാരോ ഫ്രം ദ എൻഡിൽ നാരോ ആയിരിക്കും, വൈഡർ ഫ്രം ദ മിഡിൽ എന്തായിരിക്കും? കുറച്ച് വൈഡർ ആയിരിക്കും. ഓക്കെ, നമ്മളുടെ ശരിക്കും നമ്മുടെ ഫിഷിന്റെ ഫിഗർ ആലോചിച്ചാൽ മതി. ഫിഷ് ഉണ്ട്, പിന്നെ എന്തൊക്കെ ഉണ്ട്? ലിക്വിഡിൽ പോകുന്ന കേസാണ് ഫിഷ് ഉണ്ട്, ബോട്ട് ഉണ്ട്, പല സാധനങ്ങളല്ലേ. ഓക്കെ, പിന്നെ നോക്കിയേ, ഒന്ന് എയറിൽ പോകുന്ന കാര്യം നോക്കിയേ, എന്തൊക്കെ ഉണ്ട്? എയറോപ്ലെയിൻ. ഓക്കെ, നമുക്കറിയാം എയറോപ്ലെയിൻ, ബേർഡിന്റെ ഷേപ്പ് ഒക്കെ അതൊക്കെ സ്ട്രീം ലൈൻഡ് ആണ്. ഓക്കെ, this is the reason why ships, boats and aeroplanes have streamlined shape. ഇതുകൊണ്ടാണ് എന്ത്? ഷിപ്പിന്, ബോട്ടിന്, എയറോപ്ലെയിനൊക്കെ ഈ ഷേപ്പ് കൊടുക്കാൻ കാരണം. ഓക്കെ, നമ്മൾ ഇപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് അല്ലേ, നമ്മൾ എന്തുകൊണ്ടാണ് ഈ ഷേപ്പ് ഒക്കെ കൊടുക്കുന്നത്? എന്താണ്? അവിടെ ഫ്രിക്ഷൻ കുറച്ചിട്ട് മൂവ്മെന്റ് എളുപ്പാക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, സോ ദാറ്റ് ദ മിനിമം എനർജി ഈസ് ദ ലോസ് വൈൽ ദ മൂവിങ് ത്രൂ ദ വാട്ടർ ആൻഡ് എയർ എക്സ്പെക്റ്റീവ്. എന്തുകൊണ്ട് ഫ്രിക്ഷൻ കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്രിക്ഷൻ കൂടുമ്പോൾ നമ്മൾ എനർജി ഭയങ്കരമായിട്ട് കൊടുക്കണം അല്ലേ. നമ്മളുടെ എനർജി ഭയങ്കരമായിട്ട് അവിടെ പോകുന്നുണ്ട്. അപ്പൊ എനർജി പോവാൻ നമുക്ക് എനർജി കുറയ്ക്കാം, ലോസ് ഓഫ് എനർജി കുറയ്ക്കാൻ വേണ്ടിയിട്ട്, എനർജി പോകുന്ന ലോസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അവിടെ എന്ത് ചെയ്യുന്നത്? അതിന്റെ ഫിഗർ, അതിന്റെ ഷേപ്പ് ചേഞ്ച് ചെയ്തിട്ട് സ്ട്രീം ലൈൻ്റെ ബോഡി ആക്കുന്നത്. ഓക്കെ, എന്താണ്? This is the reason why ships, boats and aeroplanes have streamlined shape so that minimum energy is the lost while moving through water and air expected. അല്ലേ, മിനിമം എനർജി ലോസ് ആക്കാൻ വേണ്ടിയിട്ടാണ് എന്ത്? എനർജി ഈസ് ലോസ് വൈൽ ത്രൂ വാട്ടറിലൂടെ എയറിലൂടെ മൂവ് ചെയ്യുന്ന സമയത്ത് നമ്മളെ ബോഡി എന്ത് ചെയ്യണം? ഒബ്ജക്റ്റിന്റെ ബോഡി എന്തായിരിക്കണം? ഒരു സ്ട്രീം ലൈൻ്റെ ബോഡി ആക്കിയാൽ നമുക്ക് എന്ത് കുറയ്ക്കാം? ഫ്രിക്ഷൻ കുറയ്ക്കാം. ഓക്കെ, നോക്കിയേ ഫിഗർ നോക്കിയേ, നമ്മളുടെ എയറോപ്ലെയിൻ്റെ ഒരു ഫിഗർ നോക്കിയേ. ഓക്കെ, ഇത് ഇൻസ്ട്രീമിങ് കണ്ടോ? എൻഡിൽ കണ്ടോ? നിങ്ങളുടെ ഒരു കൂർപ്പ് വെച്ച് എൻഡ് കണ്ടോ? മിഡിൽ എത്തുമ്പോൾ കണ്ടേ വൈഡർ ആണ് അല്ലെ, കുറച്ച് വൈഡ് ആണ്. മിഡിൽ എത്തുമ്പോൾ അവിടെ ഏരിയ കുറച്ച് വൈഡ് ചെയ്തു. അപ്പൊ നമ്മുടെ ബോഡി ഇവിടെ നാരോ ആണ്, ഇവിടെ എൻഡിൽ. ആ ഒരു ഷേപ്പ്, ഈ ഷേപ്പ് എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ടു റെഡ്യൂസ് ഫ്ലൂയിഡ് ഫ്രിക്ഷൻ. എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ടു റെഡ്യൂസ് ഫ്ലൂയിഡ് ഫ്രിക്ഷൻ. ഓക്കെ, ഫ്ലൂയിഡ് ഫ്രിക്ഷൻ റെഡ്യൂസ് ചെയ്യാൻ എന്ത് ചെയ്യാം? നമുക്ക് മിനിമം ലോസ് ഓഫ് എനർജി മിനിമൈസ് ചെയ്യാം അല്ലെ. ടു മിനിമൈസ് അല്ലെ, അതിലൂടെ എന്ത് ചെയ്യും? മിനിമൈസ് ലോസ് ഓഫ് എനർജി. എനർജി ലോസ് ചെയ്യുന്നത് നമുക്ക് മിനിമൈസ് ചെയ്യാൻ പറ്റും. എങ്ങനെ? നമ്മളുടെ ഈ ഷേപ്പിലേക്ക് ആക്കിയാൽ. ഓക്കെ, ഓക്കെ, അപ്പൊ നമ്മളുടെ ഇത് കിട്ടിയോ? എയറോപ്ലെയിൻ എന്തുകൊണ്ട് അങ്ങനെയെന്നുള്ള അടുത്ത നോക്കിയേ. ഇതെന്താണ്?
ബേർഡ് ആണ് അല്ലെ. ഒരു ബേർഡിന്റെ ഷേപ്പ് നോക്കിയേ, കണ്ടോ ഇവിടെ ബേർഡിന്റെ കണ്ടോ, കണ്ടോ നേരോ ആണ്, പിന്നെ മിഡിലെത്തുമ്പം വൈഡ് ആണ് അല്ലെ, ചിറകൊക്കെ വൈഡ് ആണ്. ആ ഒരു ഫിഗർ, ഈ ഒരു ഷേപ്പ് ആയാൽ നമുക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റും, ഫ്രിക്ഷൻ കുറയ്ക്കാൻ പറ്റും. അതുകൊണ്ട് അവിടെ എനർജി ലോസ് ചെയ്യുന്നത് നമുക്ക് കുറയ്ക്കാൻ പറ്റും. ഓക്കെ, ഓക്കെ. അടുത്തത് നോക്കിയേ, ഫ്ലൂയിഡ് ഫ്രിക്ഷൻ കംപ്രൈസസ് ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ ഫ്രിക്ഷൻ. ഇത് വേറൊരു പാർട്ടാണ്. അതായത് ഫ്ലൂയിഡ് ഫ്രിക്ഷന് ഇന്റേണലും എക്സ്റ്റേണലും ഫ്രിക്ഷൻ ഉണ്ടെന്നാ പറയുക. ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ ഫ്രിക്ഷൻ ഉണ്ടെന്നാ. എന്താ വായിച്ചു നോക്കിയേ, ഫ്ലൂയിഡ്സ് കംപ്രൈസ് ഓഫ് ഇന്റേണൽ ഫ്രിക്ഷൻ ദാറ്റ് ഒക്കേഴ്സ് ബിറ്റ്വീൻ ദ മോളിക്യൂൾസ് ഓഫ് ലിക്വിഡ് ആസ് ദേ ആർ ഓൾസോ ഇൻ മോഷൻ. എന്താ പറയുക, നമ്മളുടെ ഫ്ലൂയിഡ് എക്സേർട്ട് ചെയ്യുന്നുണ്ട് എന്തിനെ, ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യണ ഫ്ലൂയിഡ് അവർ എക്സേർട്ട് ചെയ്തിട്ട് ഒരു ഫ്രിക്ഷൻ കൊടുക്കുന്നുണ്ട്, നമ്മൾ പറഞ്ഞു അതിനാണ് നമ്മൾ ഫ്ലൂയിഡ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. പക്ഷെ അത് ഇന്റേണലി വേറെ ഫ്രിക്ഷൻ ഉണ്ടാക്കുന്നത്. ഫ്ലൂയിഡിൽ കുറേ മോളിക്യൂൾസ് ഉണ്ട് അല്ലെ. ഫ്ലൂയിഡ് എന്ന് പറയുന്നത് എന്താണ്, കുറേ മോളിക്യൂൾസ് കൂടി ഇതാണ് ഫ്ലൂയിഡ് എന്ന് പറയുന്നത് അല്ലെ. ഈ മോളിക്യൂൾസ് തമ്മിൽ അവിടെ എന്താണ്, ഒരു ഫ്രിക്ഷൻ എക്സേർട്ട് ചെയ്യുന്നുണ്ടാ പറയും. അതിനാണ് നമ്മൾ ഇന്റേണൽ ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. ഫ്ലൂയിഡ്സ് കംപ്രൈസ് ഓഫ് ഇന്റേണൽ ഫ്രിക്ഷൻ. എന്താണ് ഇന്റേണൽ ഫ്രിക്ഷൻ? ദാറ്റ് ഒക്കേഴ്സ് ബിറ്റ്വീൻ ദ മോളിക്യൂൾസ് ഓഫ് ലിക്വിഡ്സ്. ഓക്കെ, അപ്പൊ ലിക്വിഡ്സ് വേറെ സർഫസിന്റെ മുകളിൽ ചെയ്യുന്നത് നമ്മൾ ശരിക്കും എക്സ്റ്റേണൽ ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഫ്രിക്ഷൻ എന്ന് പറയും. ശരിക്കും ഈ ലിക്വിഡ്സ് ഇങ്ങനെ മൂവ് ചെയ്യും. ഈ ലിക്വിഡ്സിനായിട്ട് കുറേ മോളിക്യൂൾസ് കൂടിയതാണ് എന്താണ് ലിക്വിഡ്സ് എന്ന് പറയുന്നത്. ആ മോളിക്യൂൾസ് തമ്മിൽ കുറേ എന്താണ് അവിടെ ഒരു ഫ്രിക്ഷൻ നടക്കുന്നുണ്ടെന്നാ പറയും. അതിന് ശരിക്കും എന്താ പറയുന്നത്, ഇന്റേണൽ ഫ്രിക്ഷൻ. ഓക്കെ, മനസ്സിലാക്കി വെക്കാം. പിന്നെ എന്താ പറയുന്നത്, എക്സ്റ്റേണൽ ഫ്രിക്ഷൻ ഇൻ ദ ഫ്ലൂയിഡ് ഈസ് ദ ഫോഴ്സ് എക്സേർട്ടഡ് ബൈ ദ ഫ്ലൂയിഡ് ഓൺ ദ ഒബ്ജക്ട് ദാറ്റ് ഫ്ലോസ് ത്രൂ ഇറ്റ്. ഓക്കെ, എന്താ പറയുന്നത്, എക്സ്റ്റേണൽ ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഫ്രിക്ഷന് നമ്മളുടെ എന്താണ് ഈ ലിക്വിഡ് ഫ്രിക്ഷന് എന്തിനെ എക്സേർട്ട് ചെയ്യുക, ഒബ്ജക്റ്റിന്റെ മുകളിൽ. ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റ് ആ ലിക്വിഡിന്റെ ഉള്ളിലൂടെ പോകുന്നുണ്ടെങ്കിൽ ആ ഒബ്ജക്റ്റിന്റെ മുകളിലേക്ക് കൊടുക്കുന്ന ഫോഴ്സ് ആയിരിക്കും എന്ത്, എക്സ്റ്റേണൽ ഫ്രിക്ഷൻ. ആ ഫ്രിക്ഷൻ ആയിരിക്കും എക്സ്റ്റേണൽ ഫ്രിക്ഷൻ. ഇന്റേണൽ ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, ആ ലിക്വിഡ് തന്നെ അതിൻ്റെ ഉള്ള ഫ്ലൂയിഡ് എന്തായാലും ആ ലിക്വിഡ് തന്നെ അതിന് കുറേ മോളിക്യൂൾസ്, അല്ലെങ്കിൽ ഫ്ലൂയിഡിനുള്ളിൽ മോളിക്യൂൾസ് ഉണ്ടാവും. ആ മോളിക്യൂൾസ് തമ്മിലൊരു ഫ്രിക്ഷൻ ഉണ്ട്, അതാണ് അല്ലെ മോളിക്യൂൾസ് അങ്ങോട്ടും ഇങ്ങോട്ട് മൂവ്മെന്റ്. അവിടെ ചെറിയ മോളിക്യൂൾസ് അത് തമ്മിൽ ചിലപ്പോൾ ഇങ്ങോട്ട് പോകും, ഇത് ഇങ്ങോട്ട് പോവുമായിരിക്കും. അവിടെ തമ്മിലൊരു ചെറിയൊരു ഫ്രിക്ഷൻസ് ഉണ്ടാവും. അതിനെ പറയുന്ന പേരാണ് ഇന്റേണൽ ഫ്രിക്ഷൻ. ഓക്കെ അല്ലേ? ഓക്കെ, ജസ്റ്റ് ഒരു MCQ നോക്കിയേ. വാട്ട് ഹാപ്പൻസ് വെൻ ഓയിലിംഗ് ആൻഡ് ഗ്രീസിംഗ് ബിറ്റ്വീൻ മൂവിംഗ് പാർട്സ് ഓഫ് എ മെഷീൻ? എന്താണ് ഓയിലിങ്ങും ഗ്രീസിങ്ങും ഒക്കെ ചെയ്താൽ നമ്മളുടെ മെഷീനിൽ നമ്മൾ എന്താ ചെയ്യുന്നത്, എന്താ നമുക്ക് അവിടെ ചെയ്യാൻ പറ്റുന്നത്? ഓയിലിംഗ് ആൻഡ് ഗ്രീസിങ് എന്താ ചെയ്യുന്നത്? ഇന്ന് മാം പറഞ്ഞു, ഇതൊരു നമ്മൾ പഠിച്ചൊരു പാർട്ടിലുള്ളതാണ്. എന്താണ് അവിടെ ചെയ്യുന്നത്? നമ്മൾ ഓയിലിംഗ് ഗ്രീസിങ് ഒക്കെ ചെയ്താൽ, ലൂബ്രിക്കനിങ് ചെയ്താൽ, ലൂബ്രിക്കൻസ് ആഡ് ചെയ്താൽ എന്താവും? അവിടെ എന്താ ചെയ്യുന്നത്? ഫ്രിക്ഷൻ ഇൻക്രീസ് ആണോ, റെഡ്യൂസ് ദ ഫ്രിക്ഷൻ ആണോ, ചേഞ്ചസ് സ്ലൈഡിംഗ് ഫ്രിക്ഷൻ ഇൻ ടു സ്ലൈഡിംഗ് ഫ്രിക്ഷൻ റോളിംഗ് ഫ്രിക്ഷൻ ആക്കാനാണോ, അല്ലെങ്കിൽ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ സ്ലൈഡിംഗ് ഫ്രിക്ഷൻ ആക്കാൻ വേണ്ടിയിട്ടാണോ നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്? ടു റെഡ്യൂസ് ദ ഫ്രിക്ഷൻ അല്ലേ, ഫ്രിക്ഷനെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ ഫ്രിക്ഷനെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ഓയിലിംഗ് ഓർ ഗ്രീസിങ് ചെയ്യുന്നത്. ഓക്കെ, മനസ്സിലായോ? അപ്പൊ എന്താണ് റെഡ്യൂസസ് ദ ഫ്രിക്ഷൻ. ഓക്കെ, ഇത് അറിയാലോ, നമ്മൾ ഫ്രിക്ഷൻ റെഡ്യൂസ് ചെയ്യാന്ന് പറഞ്ഞൊരു പാർട്ടിൽ ഉണ്ടായിരുന്നു അല്ലെ, ഓയിലിംഗ് ഗ്രീസിങ്. ഓക്കെ, അടുത്ത് നോക്കി. വൈ ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു വാക്ക് ഓൺ ഐസ്? എന്തുകൊണ്ടാണ് ഐസിന്റെ മുകളിലൂടെ വാക്ക് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അല്ലെ? നമ്മൾക്ക് നമ്മളുടെ ഇതിലൂടെ വർക്ക് ചെയ്യുന്ന എർത്ത് സർഫസിന്റെ മുകളിൽ വാക്ക് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടില്ല. ബട്ട് ഇൻ കേസ് ഓഫ് ഐസിന്റെ മുകളിലൂടെയാണ് നമ്മൾ വാക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഭയങ്കര പെട്ടെന്ന് സ്ലിപ്പായി പോകും. എന്തുകൊണ്ടായിരിക്കും? ഫ്രിക്ഷൻ ലോ ആണ്, ഓർ ഫ്രിക്ഷൻ ഈസ് ഹൈ, പ്രഷർ ഈസ് ലോ, ഓർ പ്രഷർ ഈസ് ഹൈ? വിച്ച് വൺ? ആലോചിച്ചേ, ഏതാണ്? അവിടെ എന്തായിരിക്കും? നമ്മൾ ഈ ബനാനന്റെ കേസ് പറഞ്ഞു, ബനാനന്റെ പീലിന്റെ കേസിൽ നമ്മൾ പറഞ്ഞു അവിടെ ഫ്രിക്ഷൻ എന്തായിരിക്കും? കുറവായിരിക്കും. സോ ഇൻ ദിസ് കേസ് ഓൾസോ ഫ്രിക്ഷൻ ഈസ് ലോ. ഓക്കെ, വൈ ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു വാക്ക് ഓൺ ഐസ്? ബിക്കോസ് ഫ്രിക്ഷൻ ഈസ് ലോ. ഓക്കെ, അവിടെ ഫ്രിക്ഷൻ ഭയങ്കര കുറവായിരിക്കും. ഓക്കെ ആണോ? ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ ഇനി NCERT കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്, നമ്മൾ നന്നായിട്ട് ക്ലാസ് ശ്രദ്ധിക്കുക. NCERT ടെക്സ്റ്റ് ബുക്ക് വായിച്ചു നോക്കുക, ഇത് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റാം, നോക്കാം. ഓക്കെ, എന്തായിരുന്നു മനസ്സിലായോ? അപ്പൊ ഫ്ലൂയിഡ് ഫ്രിക്ഷന്റെ പാർട്ട് എടുത്തു. അപ്പൊ നമ്മൾ ടോട്ടലി ഫ്രിക്ഷൻസ് കഴിഞ്ഞു, ചാപ്റ്റർ കംപ്ലീറ്റ് കഴിഞ്ഞു. ചെറിയ സ്മോൾ ചാപ്റ്റർ ആണ്, നന്നായിട്ട് വായിച്ചാൽ തന്നെ മനസ്സിലാക്കാം. ഒരു ഡെയിലി ലൈഫിൽ നടക്കുന്ന കുറേ കാര്യങ്ങളാണ് നമ്മൾക്ക് അത് അല്ലേ ബുക്കിലേക്ക് കൊണ്ടുവരുമ്പം നമുക്ക് മനസ്സിലാക്കണം. ഇതാണ് അല്ലെ നമ്മൾ ഡെയിലി ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഇമ്പോർട്ടന്റ് ആണ്, ഒക്കെ ഫ്രിക്ഷൻ ബേസ് ചെയ്ത കാര്യങ്ങളാണ്. ഫ്രിക്ഷൻ ഈസ് എ നെസസറി ഈവിൾ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് അല്ലേ? അങ്ങനത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ നന്നായിട്ട് വായിക്കാം. ഓക്കെ, ടേക്ക് കെയർ.